ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സുകൾ വായിച്ചിരുന്നോ? ഇന്നലെ നോക്കിയായിരുന്നോ? നോക്കി. നമ്മൾ ഇന്നലെ നോക്കിയത് എവിടം വരെയാണ്? ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓഫ് ഫാമിലി ആയിരുന്നു നമ്മൾ ഇന്നലെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം അതിനകത്ത് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നമ്മൾ പറഞ്ഞു ഫാമിലി എത്രത്തോളം യൂസ്ഫുൾ ആണ് അല്ലെ, അല്ലെങ്കിൽ ഫാമിലി എങ്ങനെയാണ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്, ഫാമിലിക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഫാമിലി സിസ്റ്റത്തിലേക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അതിനകത്ത് നമ്മൾ പറഞ്ഞു ഏതൊക്കെയായിരുന്നു നമ്മൾ നോക്കി. JP മുഡ്രോക്കിനെ നോക്കി, അതേപോലെ തന്നെ താൽക്കോട്ട് പാർട്സിനെ നോക്കി, പിന്നെ നമ്മൾ ആരെ നോക്കിയേ? എസ്ര ബി വോഗൽ ആൻഡ് നോർമൻ ബി ബെല്ലിനെ നോക്കി. സോ അവർ പറഞ്ഞു, ഇവരൊക്കെ പറഞ്ഞ എന്താണ്, ഫാമിലിക്ക് ദർ ആർ ഫങ്ഷൻസ് അല്ലെ. സൈക്കോളജിക്കൽ ഫംഗ്ഷൻ ഉണ്ട്, എക്കണോമിക്കൽ ഫംഗ്ഷൻ ഉണ്ട്, സെക്ഷൽ ഫംഗ്ഷൻ ഉണ്ട്, റീപ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് കോമൺ റെസിഡന്റ് ആണ്, ക്യാരക്ടർ ഒക്കെ നമ്മൾ മുന്നേ നോക്കി. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ എന്ത് ചെയ്തത് കഴിഞ്ഞ ക്ലാസ് വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ ക്ലാസ് തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇതുവരെ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് നോക്കി. ഇനി നമ്മൾ പറഞ്ഞു കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവിന്റെ കാര്യം പറഞ്ഞു. ഈ കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവിൽ തന്നെ രണ്ടുപേരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാരാണ്? മാർക്സിസ്റ്റും, രണ്ട് ഫെമിനിസ്റ്റും. സോ കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവിനെ സംബന്ധിച്ചോളം അവർക്ക് എന്താണ് പ്രോബ്ലംസ് ആണ്. ഇതുവരെയായിരുന്നു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലെ. സോ ഇനി ഫസ്റ്റ് ഇതിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണ്. സോ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിൽ ഫാമിലിനെ പറ്റി ആദ്യം പഠിക്കുന്നത് ഫെഡറിക് ഏംഗിൾസ് ആണ്. സോ ഏംഗിൾസ് ബേസിക്കലി ഫാമിലിനെ പറ്റി പഠിക്കുന്ന ബുക്കിന്റെ പേരാണ് ഒറിജിൻ ഓഫ് ഫാമിലി, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് സ്റ്റേറ്റ്. ഓക്കെ, ഒറിജിൻ ഓഫ് ഫാമിലി, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് സ്റ്റേറ്റ് എന്നാണ് എന്ത് പറയുന്നത്, ഈ ഫെഡറിക് ഏംഗിൾസിന്റെ ഒരു സ്റ്റഡി പറയുന്നത്. സോ ബേസിക്കലി ആ സ്റ്റഡിയിൽ ഫെഡറിക് ഏംഗിൾസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫാമിലിന്റെ ഒരു ഇവല്യൂഷൻ എങ്ങനെയാ വന്നിട്ടുള്ളതെന്നാണ് ഫെഡറിക് ഏംഗിൾസ് ബേസിക്കലി നോക്കുന്നത്. സോ ഇനിഷ്യലി ട്രഡീഷണൽ സൊസൈറ്റി അല്ലെ പാസ്റ്റോറൽ സൊസൈറ്റിയിൽ ഫാമിലി എന്ന് പറയുന്നത് എന്തായിരുന്നു? പാസ്റ്റോറൽ സൊസൈറ്റി ആയിരുന്നു ആദ്യം. അഗ്രികൾച്ചർ സൊസൈറ്റി വരുന്നതിന് മുമ്പുള്ള സൊസൈറ്റി ഏതാണ്? പാസ്റ്റോറൽ സൊസൈറ്റി അല്ലെ. ഈ പാസ്റ്റോറൽ സൊസൈറ്റിയിലെ ആളുകൾ കൂടുതലും എങ്ങനെയായിരിക്കും? അവിടെ ഫാമിലിന്റെ ആവശ്യം വരുന്നുണ്ടോ അതോ അൺസെറ്റിൽഡ് അല്ലേ ബേസിക്കലി ആളുകൾ? കാരണം എന്താണ്, ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ആളുകൾ മൂവ് ചെയ്യും. സോ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യും. ഒരു ഹോർഡ്സ് മെന്റാലിറ്റി, ഹേർഡ് പോലെയാണ് എന്ത് ചെയ്യുക, ഇവര് മൂവ് ചെയ്യുക. എല്ലാവരും ഒന്നിച്ചാണ് എന്ത് ചെയ്യുള്ളൂ, മൂവ് ചെയ്യുള്ളൂ. അപ്പം ഒരു ഫാമിലി എന്ന് പറയുന്ന അവിടെ എന്തായിരുന്നു, ഒരു അൺസെറ്റിൽഡ് രീതി പോലെയായിരുന്നു. അൺസെറ്റിൽഡ് ആയിരുന്നു അവിടുത്തെ ഒരു രീതി. സോ ഒരു എക്കണോമിക്കൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ സെറ്റിൽഡ് ആണ്. എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നു, ആട് മേയ്ക്കാൻ പോവുകയാണെങ്കിൽ എല്ലാവരും കൂടിയാണ് ആട്, അല്ലാതെ ഒരാളുടെയാണോ ആട്? പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നില്ല, വലിയ രീതിയിൽ എമർജ് ചെയ്ത് വരുന്നില്ല. ആ സമയത്ത് പ്രോപ്പർട്ടി മൊത്തം ആരുതാണ്? കമ്മ്യൂണിറ്റീന്റെയാണ് പ്രോപ്പർട്ടി മൊത്തം. ആ ഒരു ഗ്യാങ്ങിന്റെയാണ് ആ ആട് മൊത്തം. ആ ഗ്യാങ് എല്ലാം എന്താണ്, ഒരു കൂട്ടം ഓഫ് ആളുകളെ പോലെയാണ് ഇവരെല്ലാവരും മൂവ് ചെയ്യുക. ഇവർ കൂട്ടമായിട്ട് മൂവ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്തായിരിക്കും? ഒരു കൂട്ടമായിട്ട് മൂവ് ചെയ്യാനുള്ള മേജർ ആയിട്ടുള്ള റീസൺ എന്തായിരിക്കും? ഈ പാസ്റ്റോറൽ കമ്മ്യൂണിറ്റി എപ്പോഴും ഹോട്ട്സിലാണ് നോക്കുക. ഹോട്ട്സ് പോലെയാണ് എന്ത് ചെയ്യുക, ഇവരെല്ലാവരും മീറ്റ് ചെയ്യുക. മീൻസ് ഹോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കൂട്ടം ഹോട്ട്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവര് ചെയ്യുക. സോ ദേ ആർ ലൈക്ക് എ ഹോട്ട്സ്. സോ വൈ ദേ ആർ ലൈക്ക് ഹോട്ട്സ് മീൻസ് പാസ്റ്റോറൽ കമ്മ്യൂണിറ്റി ആകുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യണം. ഇവർ അൺസെറ്റിൽഡ് ആണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ പുല്ലൊക്കെ തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സ്ഥലത്തേക്ക് പോകണം. അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ പ്രോബ്ലം എന്താണ്, അവിടെ ഓൾറെഡി ഒരു ടീം ഉണ്ടാവും. അപ്പം വാർ വാസ് ഇന്നവേറ്റബിൾ ഇൻ പാസ്റ്റോറൽ കമ്മ്യൂണിറ്റി. ഈ വാർ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ആര്യൻസ് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും എന്തുണ്ടാവും, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. കാരണം ഇവരും പാസ്റ്റോറൽ കമ്മ്യൂണിറ്റിയാണ്. ഇവർ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു സ്ഥലത്തു നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല സ്ഥലത്തും കോൺഫ്ലിക്റ്റ് വരും. അവിടെ വാർ എന്നാണ്, ഇന്നവേറ്റബിൾ ആണ് ഒരു പാസ്റ്റോറൽ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ അഗ്രികൾച്ചർ സൊസൈറ്റി ഉണ്ടാവുന്നതിന് മുമ്പുള്ള സൊസൈറ്റിയെ സംബന്ധിച്ചോളം എന്താണ്, വാർ എന്ന് പറയുന്നത് ഇന്നവേറ്റബിൾ ആണ്. പക്ഷെ ഇവിടുത്തെ ഒരു ഫാമിലി സെറ്റിൽമെന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചുകൂടി എന്താണ് ഏംഗിൾസ് പറയുന്നത്, പ്രോമിസ്ക്യൂട്ടി ആയിരുന്നു ഇവിടുത്തെ ഒരു സിസ്റ്റം ഓഫ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്, ഫാമിലി സിസ്റ്റം എന്ന് പറയുന്നത്. ബേസിക്കലി സെക്ഷൽ പ്രോമിസ്ക്യൂട്ടി എന്ന് പറയും. എന്താണ് സെക്ഷൽ പ്രോമിസ്ക്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദർ ഈസ് എ ഫ്രീ സെക്സ് ബിറ്റ്വീൻ ദി കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്. ഇവിടെ ആരും ആരുടെ ഭാര്യയും ഭർത്താവും ഒന്നും അല്ല. എന്ത് ചെയ്യുന്നു, ആ കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് ഏർപ്പെടാൻ പറ്റും എന്നുള്ളതായിരുന്നു എന്തെന്ന് പറയുന്നത്, ഈ പ്രോമിസ്ക്യൂട്ടി എന്ന് പറയുന്നത്. സോ പ്രിമിറ്റീവ് പ്രോമിസ്ക്യൂട്ടി ഓർ സെക്ഷൽ പ്രോമിസ്ക്യൂട്ടി എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്തെ സമ്പ്രദായമാണ്. അന്ന് ഫാമിലി ഇല്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ല. ഫാമിലിയും പ്രൈവറ്റ് പ്രോപ്പർട്ടിയും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും എല്ലാം ആണല്ലോ. അപ്പൊ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തമ്മിൽ എന്ത് ചെയ്യും, ആ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പിന് പറ്റുമായിരുന്നു. പക്ഷെ ഈ പാസ്റ്റോറൽ കമ്മ്യൂണിറ്റി എങ്ങോട്ട് മാറി? അഗ്രികൾച്ചർ സൊസൈറ്റിയിലേക്ക് മാറിയില്ലേ?
അഗ്രികൾച്ചർ സൊസൈറ്റിയിലേക്ക് മാറിയപ്പം അഗ്രികൾച്ചർ സൊസൈറ്റിയിൽ പാസ്റ്റോറൽ കമ്മ്യൂണിറ്റിയിൽ അൺസെറ്റിൽമെന്റ് ആയിരുന്നെങ്കിൽ ഇവിടെ എന്തായിരുന്നു, ആളുകൾ സെറ്റിൽഡ് ആയി. സെറ്റിൽഡ് ആയ ഓട്ടോമാറ്റിക്കലി ഈ സമയത്ത് തന്നെ എന്ത് എമർജ് ചെയ്തു, പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ തുടങ്ങി, പതുക്കെ എമർജ് ചെയ്യാൻ തുടങ്ങി. പ്രൈവറ്റ് പ്രോപ്പർട്ടിയും വന്നു. സോ ഇതിന് ഏറ്റവും നല്ല ഫാമിലി സിസ്റ്റം എന്ന് പറയുന്നത് ഏംഗിൾസ് പറയുന്നത് ഇവിടെ എന്താണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി വന്ന സമയത്ത് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആരിലേക്ക് കൊടുക്കണം. ഇപ്പൊ എനിക്കൊരു ലാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രോബ്ലം എന്താണ്, എനിക്കൊരു ലാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ മരണശേഷം ആർക്ക് ഈ ലാൻഡ് പോകുന്ന വല്ല ഉറപ്പുണ്ടോ? എന്റെ തന്നെ മകനായിരിക്കോ എന്റെ അന്നേരത്തെ പാർട്ണറിന്റെ മകൻ എന്ന് പറയുന്നത് എന്റെ തന്നെ മകനാണെന്നും എനിക്ക് ഉറപ്പില്ല. കാരണം എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് സെക്ഷൽ റിലേഷൻഷിപ്പ് ആണ് അല്ലെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്റെ മക്കൾക്ക് തന്നെയാണോ എന്റെ പ്രോപ്പർട്ടി പോവാന്നുള്ളതിനകത്ത് ഒരു ഡൗട്ട് ഉണ്ട്. സോ സെറ്റിൽമെന്റ് അഗ്രികൾച്ചർ സൊസൈറ്റി വന്നപ്പോഴേക്കും എന്ത് ചെയ്തു, പ്രൈവറ്റ് പ്രോപ്പർട്ടി വന്നു. സോ ഇതിന് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടഡ് ഫാമിലി സിസ്റ്റം ഏതായി മാറി, നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്തായി മാറി, എക്സ്റ്റെൻഡഡ് ഫാമിലി. എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അവിടെ ജോയിന്റ് ഫാമിലി ആയി. സോ സെറ്റിൽമെന്റ് അഗ്രികൾച്ചർ വന്നപ്പോഴേക്കും അവിടെ ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിലേക്ക് മാറി. സോ എവിടെ എന്ത് ചെയ്തു, കൂടുതൽ ആളുകൾ എന്ത് വേണം, നമുക്ക് ലാൻഡ് ഏരിയയിലേക്ക് കൂടുതൽ ആളുകൾ വേണം പണിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ സെറ്റിൽഡ് അഗ്രികൾച്ചർ സിസ്റ്റത്തിലേക്ക് വന്നു. പക്ഷെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി വന്നപ്പോഴേക്കും ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, പിന്നെ ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അടുത്ത സൊസൈറ്റിയാണ് ഇത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഇൻഡസ്ട്രിയൽ സൊസൈറ്റി വന്ന സമയത്തേക്ക് നമുക്ക് കൂടുതൽ എങ്ങനെയുള്ള ആളുകളാണ് വേണ്ടേ, സ്കിൽഡ് ലേബേഴ്സാ വേണ്ടത് അല്ലെ, സ്കിൽഡ് ലേബേഴ്സ് വേണം. സോ ഫാമിലി എന്ത് ചെയ്താൽ മതി, ലേബർ സപ്ലൈ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ലേബർ സപ്ലൈ ആണ് ഫാമിലി എൻഷുർ ചെയ്യേണ്ടത്. സോ ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫാമിലി എന്ന് പറയുന്നത് ഏതാണ്, ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലേക്ക് വരിക എന്നുള്ളതാണ് പറയുന്നത്. സോ ഇവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയും അവരുടെ ഇൻട്രസ്റ്റും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇൻഡസ്ട്രിയൽ ക്ലാസ് ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു, ഓട്ടോമാറ്റിക്കലി ആളുകൾക്കുള്ള വെൽത്ത് കൂടി. ഓക്കെ, അപ്പൊ വെൽത്ത് കൂടിയ സമയത്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടിയപ്പോ ഇവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം. ഇവർ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനും ഇവരുടെ വെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടി തുടങ്ങിയ ഒരു സിസ്റ്റമാണ്, മീൻസ് ന്യൂക്ലിയർ ഫാമിലിയാണ് ഇതിന് ഏറ്റവും കൂടുതൽ അനുയോജ്യം. അതുകൊണ്ടാണ് ന്യൂക്ലിയർ ഫാമിലി ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ആര് പറയുന്നത്, ഏംഗിൾസ് പറയുന്നത്. ഇനി ഏംഗിൾസ് തന്നെ അപ്പൊ 3 തരത്തിൽ എന്ത് ചെയ്യുന്നു, സൊസൈറ്റി എങ്ങനെയാണ് വളരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യം പാസ്റ്റോറൽ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയായിരുന്നു ഇവോൾവ് ചെയ്തത്. സോ അവിടെ കൂടുതൽ എന്തായിരുന്നു, സെക്ഷൽ പ്രോമിസ്ക്യൂട്ടി ആയിരുന്നു. ബട്ട് അഗ്രികൾച്ചർ സിസ്റ്റം വന്നപ്പോഴേക്കും എന്ത് ചെയ്തു, സെറ്റിൽഡ് സിസ്റ്റത്തിലേക്ക് മാറി. അവിടുത്തെ ഫാമിലി എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിരുന്നു. പക്ഷെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് വന്ന സമയത്ത് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ ന്യൂക്ലിയർ ഫാമിലി എന്ത് ചെയ്യും, ന്യൂക്ലിയർ ഫാമിലി ആക്ട് ആസ് എ സപ്പോർട്ട് സിസ്റ്റം ഓഫ് ക്യാപിറ്റലിസം. എങ്ങനെയാണ്, ഇറ്റ് വിൽ സേഫ് ഗാർഡ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി അണ്ടർ ദ ലേബൽ ഓഫ് ഫാമിലി. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ നിങ്ങൾ എടുത്തു നോക്കിക്കേ, ഇപ്പൊ കേരളത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പൊ ലുലു ഗ്രൂപ്പ് എന്ന് ഇതിനകത്ത് പലതിന്റെ ഹെഡ് ചെയ്യുന്ന ആര് തന്നെയാണ്, ലുലുവിന്റെ മക്കള്, മീൻസ് യൂസുഫ് അലിന്റെ മക്കള്, മരുമക്കള്, ഇവർ തന്നെയായിരിക്കും പല ഇതിന്റെ വിങ്സിന്റെ ഹെഡ് ചെയ്യുന്നത്. സോ പ്രോപ്പർട്ടി മൊത്തം എവിടെ തന്നെ ഹോൾഡ് ചെയ്തു, ഫാമിലി. ജോയി ആലുക്കാസ് ആൻഡ് സൺസ്, അല്ലെങ്കിൽ നമ്മൾ എല്ലാത്തിലും കാണും ഈ ഒരു സൺസ് എന്ന് കാണില്ല. എന്താ അതിന്റെ അർത്ഥം, ആ പ്രോപ്പർട്ടി മൊത്തം ആ ഫാമിലിന്റെ അല്ലേ. ഇപ്പം ചെമ്മണ്ണൂർ ആയിക്കോട്ടെ, ഇതെന്താണ് ഒരു ഫാമിലി. മലബാർ ഗോൾഡിന്റെ എല്ലാ ഹെഡ് ചെയ്യുന്നത് അവരെന്താണ്, ഏട്ടൻ അനിയന്മാര്, അമ്മാവന്മാര്, എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ മൊത്തം ഹെഡിങ്ങും എല്ലാത്തിന്റെയും ഓരോ വിങ്ങിന്റെയും ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്യുന്നവര് ഇവരായിരിക്കും. സോ ആ ഫാമിലിയാണ് എന്ത് ചെയ്യുന്നത്, ബിസിനസ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആ ഫാമിലി ഇൻട്രസ്റ്റ് ആണ് ബിസിനസ്. ഇപ്പൊ ഗോദ്രേജ് ഫാമിലിയാണ്, റിലയൻസ് ഫാമിലിയാണ്. ഇതെല്ലാം എന്താണ്, ഇപ്പൊ ഇന്ത്യയിൽ ഏത് നിങ്ങൾ ഇൻഡസ്ട്രീസ് നോക്കുവാണെങ്കിലും ഫാമിലി ആയിരിക്കും എന്ത് ചെയ്യുക, ആ ഇൻട്രസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂക്ലിയർ ഫാമിലി മോഡേൺ സൊസൈറ്റിയിൽ ഉള്ളത് എന്നുള്ളതാണ് ആര് പറയുന്നത്, ഏംഗിൾസ് പറയുന്നത്. സോ ഈ ക്ലാസ് ഇൻഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ഫാമിലി സ്ട്രക്ചർ കൊണ്ട് പറ്റും. കാരണം എന്താണ്, ഈ ഫാമിലി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി വേറെ ആരെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ് സ്റ്റാറ്റസ് നിലനിർത്തുക. ഇപ്പൊ നമ്മളിപ്പം അംബാനി മരിച്ചു, പക്ഷെ അതെന്ത് ചെയ്തു, മക്കൾ എന്ത് ചെയ്തു, അതേ സ്റ്റാറ്റസിൽ തന്നെ മക്കൾക്കും വരാൻ പറ്റുന്നു. അതെന്തുകൊണ്ടാണ്, ഈ പ്രോപ്പർട്ടി ഈ ഫാമിലിന്റെ പുറത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. വിത്തിൻ ദ ഫാമിലി തന്നെ പ്രോപ്പർട്ടി നിലനിൽക്കാൻ പറ്റുന്നു. അപ്പൊ ആ ക്ലാസ് ഇൻഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ഇല്ലാത്തവൻ എന്നും എന്തായി നിൽക്കാൻ പറ്റും, ഇല്ലാത്തവനായി നിന്ന് പോവുകയും ഉള്ളവൻ എപ്പോഴും എന്താവാൻ പറ്റും, ഉള്ളവനായിട്ട് നിൽക്കാനും പറ്റും എന്നുള്ളതാണ് ഫാമിലി സ്ട്രക്ചറിന്റെ വേറെ ഗുണം. അതുകൊണ്ട് ഫാമിലി സ്ട്രക്ചറിന്റെ അതുപോലെ തന്നെ ഏംഗിൾസ് പറയുന്ന ഫാമിലി സ്ട്രക്ചറിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെന്ത് ചെയ്യുന്നു, ഇൻഡസ്ട്രിയലിസ്റ്റ് ക്ലാസ് അല്ലെ ബൂർഷകൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാമിലി സ്ട്രക്ചർ ഉപയോഗിച്ചിരിക്കുന്നത്, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയൊക്കെ എക്സ്പ്ലോയിറ്റേഷൻ നടത്താം. ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് ഈ ഫാമിലി സ്ട്രക്ചറിന്റെ ഉള്ളിൽ നിർത്തിയിട്ടുള്ള ഐഡിയോളജീസും വാല്യൂസും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഈ ഇൻഡസ്ട്രിയലിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യില്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളടുത്ത് വാല്യൂസ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവും, ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും. ഈ ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുമ്പോ നമ്മളെ ഐഡിയോളജി എന്താണ്, റിച്ച് ആയ ഒരാളെ നിങ്ങൾ എന്ത് ചെയ്യണം, ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവൻ ദുഷ്ടനാണ്, അവനെ ദൈവം എന്ത് ചെയ്തോളും,
പന പോലെ വളർത്തും. അപ്പൊ നാളെ ദൈവം അവന് പണി കൊടുത്തോളും. പക്ഷെ നമ്മളൊക്കെ ആരാണ്? ഇന്ന് കഷ്ടപ്പാടുണ്ടെങ്കിലും ഇന്നത്തെ കഷ്ടപ്പാടിന് നാളെ സ്വർഗത്തിൽ നമുക്ക് എന്ത് ചെയ്യും? കൊട്ടാരം കിട്ടും. അപ്പൊ നമ്മൾ ഈ കൊട്ടാരം മോഹിച്ച് എന്ത് ചെയ്യും? സ്വപ്നം കണ്ടിരിക്കും. പക്ഷെ കൊട്ടാരം വരില്ല, അവനെന്ത് ചെയ്യും? വളരുകയും ചെയ്യും. പക്ഷെ ഇതെന്താണ്? ഫാമിലി സിസ്റ്റത്തിലുള്ള വാല്യൂസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യിപ്പിക്കണം. ആരെ? ഇൻഡസ്ട്രിയലിസ്റ്റ് ക്ലാസ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. നാളെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇപ്പൊ യൂസുഫ് അലീന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഭയങ്കര കൊട്ടീഷ്യനാണ്, ഇതില്ല. അയാൾ വളർന്നാലും നമുക്ക് ദേഷ്യം പ്രശ്നമില്ല. കാരണം എന്താണ്? ദുഷ്ടന്മാരെ ദൈവം പല പോലെ വളർത്തിക്കോളും. അല്ലെങ്കിൽ എന്ത് ചെയ്തു? ഈ പൈസക്കാരൊക്കെ ഒന്നും വളരുന്നതെന്ന് നമുക്ക് ആരും ക്വസ്റ്റ്യൻ ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യില്ല? മോഷ്ടിക്കുന്ന തെറ്റാണ്, അപ്പൊ നമ്മൾ അവരെ മോഷ്ടിക്കില്ല. പിന്നെ അയാള് നമുക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ അതിനും സൊല്യൂഷൻ ഉണ്ട്. എന്താണ്? റിലീജിയൻ. കാരണം ഇതൊക്കെ എന്താണ്? ദൈവത്തിന്റെ പരീക്ഷണങ്ങളാണ്. ദൈവത്തിന്റെ പരീക്ഷണങ്ങളായതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നാളെ ഞാൻ ആരാണ്? യൂസുഫ് അലി നരകത്തിലും ഞാൻ സ്വർഗത്തിലുമാണ്. ആ ഒരു സന്തോഷത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അഹങ്കരിച്ച് ജീവിക്കും എന്നുള്ളതാണ്. സോ ഫാമിലി സ്ട്രക്ചർ ബേസിക്കലി പ്രൊട്ടക്ട് ദി ഇൻഡസ്ട്രിയലിസ്റ്റ് ക്ലാസ് എന്നുള്ളതാണ് ഏംഗൽസ് പറയുന്നത്. സോ ഏംഗൽസ് ബേസിക്കലി ഫാമിലിനെ പറ്റി പറയുന്നത് എന്താണ്? ഫാമിലി എന്തിനാ വന്നത്? ടു പ്രൊട്ടക്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഓൾസോ ടു പ്രൊട്ടക്ട് ഇൻഡസ്ട്രിയൽ ക്ലാസിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാമിലി വന്നത്. കാരണം 3 സെഗ്മെന്റിലായിട്ട് എടുത്തു നോക്കുന്നുണ്ട്. പാസ്റ്റോറൽ സൊസൈറ്റിയിൽ ഫാമിലി അൺസെറ്റിൽഡ് ആയിരുന്നു. അവിടെ എന്താണ്? പ്രിമിറ്റീവ് പ്രോമിസിക്യൂട്ടി എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് ഫാമിലി ഉണ്ടായിട്ടില്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ല, ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. എല്ലാം കമ്മ്യൂണിറ്റിന്റെ ആയിരുന്നു, കോഡ്സ് ആയിരുന്നു. എല്ലാവരും ഒന്നിച്ച് മൂവ് ചെയ്യുന്നു, എല്ലാം എല്ലാവരുടെതും ആയിരുന്നു. ഒരാളുടെ പ്രൈവറ്റ് ആയിട്ട് വന്നിട്ടില്ല. പക്ഷെ അഗ്രികൾച്ചർ സിസ്റ്റം വന്നപ്പോൾ സെറ്റിൽമെന്റ് തുടങ്ങി, പ്രൈവറ്റ് പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്തു, അവിടെ എക്സ്റ്റെൻഡഡ് ഫാമിലി വന്നു. പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ ഏറ്റവും സൂട്ടബിൾ ആയുള്ള ഫാമിലി ഏതാണ്? ന്യൂക്ലിയർ ഫാമിലിയാണ്. കാരണം എന്താണ്? അത് ഇൻഡസ്ട്രിയലിസ്റ്റ് ആളുകൾക്ക് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയും അവരുടെ വാല്യൂസും പ്രൊട്ടക്ട് ചെയ്യാൻ ഫാമിലി നല്ലതാണ്. അതേപോലെ തന്നെ ആ ഫാമിലിനെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇൻഡസ്ട്രിയൽ ക്ലാസ് ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. സാധാരണക്കാർ എന്ത് ചെയ്യുന്നു? ഫാമിലി ഉപയോഗിച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി വേറൊരു തിങ്കർ, മാർക്സിസ്റ്റ് സ്കോളർ തിങ്കർ തന്നെയാണ്. വേറൊരു തിങ്കർ പറഞ്ഞ സെറസ്കി എന്ന് പറയുന്ന തിങ്കറാണ്. സോ സെറസ്കി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഫാമിലി എന്ന് പറയുന്നത് MBA സ്റ്റുഡൻസിന്റെ ഒരു കേസ് സ്റ്റഡി പോലെയാണ്, അല്ലെങ്കിൽ ടാർഗറ്റ് ഗ്രൂപ്പാണ്. MBA സ്റ്റുഡൻസിന്റെ ടാർഗറ്റ് ഗ്രൂപ്പാണ് ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലി ന്യൂക്ലിയർ സൊസൈറ്റി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഫാമിലി ഉണ്ടാക്കിയത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്ത് ചെയ്യുന്നു? ഇൻഡസ്ട്രിയൽ ആളുകൾക്ക് സാധനങ്ങൾ പെട്ടെന്ന് വെക്കണം. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, എന്തിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫാമിലി ഒരു പ്രൊഡക്റ്റ് ആക്കി അവർ വെക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഏറ്റവും ദ ബെസ്റ്റ് ഫാമിലി കാർ ഇൻ ഇന്ത്യ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു കാറിനെ പരിചയപ്പെടുത്തുക. എന്തുകൊണ്ടാണ് ഫാമിലി കാർ എന്ന് പറയാൻ കാരണം? ഫാമിലി എന്ന് പറയുന്ന ഒരു ഇമോഷനെയാണ് അവർ സെല് ചെയ്യാൻ നോക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു ഐസ്ക്രീം മേടിക്കാൻ പോയി, 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ഐസ്ക്രീം കിട്ടും. പക്ഷെ ഫാമിലി പാക്ക് എന്നാ പറയാ. ഫാമിലി പാക്ക് ഐസ്ക്രീം മേടിച്ചാലുള്ള ഗുണം എന്താണ്? യു ക്യാൻ ഷെയർ എന്ന് പറയുന്ന ഒരു ഇമോഷൻ നിങ്ങളെ പെട്ടെന്ന് ഹിറ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? വില കൂടിയിട്ടാണെങ്കിലും അത് മേടിക്കും. ഇൻഷുറൻസ് പോളിസി, ഇൻഷുറൻസ് എടുക്കാൻ പോകുമ്പോൾ ഫാമിലി ഇൻഷുറൻസ് പോളിസീസിനെ പറ്റി അവർ സംസാരിക്കും. ഈ ഫാമിലി എന്ന് പറയുന്ന സാധനം എന്താണ്? ഇപ്പൊ ഫാമിലി ടൂർ പാക്കേജസ്, നിങ്ങൾ ഒരാൾ ടൂർ കൊണ്ടുപോകുന്നതിനെക്കാട്ടും ഈസി എന്താണ്? അവർക്ക് സെല് ചെയ്യാൻ പറ്റുന്ന ഇമോഷൻ ആണ്. നിങ്ങൾക്ക് ഒരു റിട്രീറ്റ് ആവും, ഫാമിലി ടൂർ പാക്കേജ്, ഫാമിലി എല്ലാം. അപ്പൊ ആ ഫാമിലി എന്ന് പറയുന്ന ഇമോഷനെ ഇൻഡസ്ട്രിയൽ ക്ലാസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫാമിലിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇൻഡസ്ട്രിയൽ ക്ലാസിന്റെ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ക്ലാസിന്റെ ഒരു എക്സ്പ്ലോയിറ്റിംഗ് ടൂളാണ് എന്തെന്ന് പറയുന്നത്? ഫാമിലി എന്ന് പറയുന്നത്. സോ സെറസ്കി പറയുന്നത് എന്താണ്? ഇതെല്ലാം ഇപ്പൊ ഫാമിലി ലോൺ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ലോൺ ഉണ്ട്, ഫാമിലിക്ക് ലോൺ എടുക്കാം. നിങ്ങൾ സിം എടുക്കാൻ പോവുകയാണെങ്കിൽ ഫാമിലി പാക്ക് ഉണ്ട് റീചാർജിന്, അല്ലെ? അതിനകത്ത് കാണാൻ പറ്റും. ഫാമിലി പാക്ക് ചെയ്യാം. അതാകുമ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഒരു 5 പേര് കൂടി ഇത്രയും മതി, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ ഷെയർ ചെയ്യാം. നിങ്ങൾ മ്യൂസിക്കിന്റെ ഇപ്പം മറ്റേ സ്പോട്ടിഫൈ എടുക്കുവാണെങ്കിൽ അതിനകത്തും ഫാമിലി പാക്ക് ഉണ്ട്. സോ ബേസിക്കലി ദീസ് ആർ ദ ടാർഗറ്റഡ് ഗ്രൂപ്പ്. നിങ്ങൾ എന്ന ഫാമിലി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ക്ലാസിന്റെ ഒരു ടാർഗറ്റഡ് ഗ്രൂപ്പാണ്. ഈ ടാർഗറ്റഡ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നോക്കുകയാണ്? പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഫാമിലി നോക്കുന്നത്. സോ സെറസ്കി പറയുന്നത് ഇറ്റ്സ് എ ടൂൾ ഇൻ ദ ഹാൻഡ് ഓഫ് ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ആൾത്തൂസർ പറയുന്നത്, ആൾത്തൂസർ അഗൈൻ നിയോ മാർക്സിസ്റ്റ് സ്കോളർ ആണ്. ആൾത്തൂസർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലി ഫോം ഓഫ് ഐഡിയോളജിക്കൽ ഫംഗ്ഷൻസ് ഈസ് സോഷ്യലൈസ് ഇൻഡിവിജ്വൽ ഇൻടു റൂളിംഗ് ക്ലാസ് ഐഡിയോളജി. അതായത് ആൾത്തൂസർ പറയുന്നത് എന്ത് ചെയ്യുന്നു? റൂളിംഗ് ക്ലാസിന്റെ ഐഡിയോളജിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു? സോഷ്യലൈസ് ചെയ്യുന്നതാണ് ഫാമിലിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റൂളിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ക്യാപിറ്റലിസ്റ്റ് ആണ് എന്ത് പറയുന്നത്? മാർക്സിസ്റ്റ് സ്കോളേഴ്സിനെ സംബന്ധിച്ചോളം ക്യാപിറ്റലിസ്റ്റുകളാണ് എന്ത് പറയുന്നത്? റൂളിംഗ് ക്ലാസ് എന്ന് പറയുന്നത്. അതായത് സൊസൈറ്റിയിൽ ഉന്നതം നിൽക്കുന്ന ആളുകൾ. അവരുടെ ഐഡിയോളജീസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാമിലി ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? നമ്മൾ സ്കൂളിൽ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല ജോലി മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളെ കൊണ്ട് നല്ല മാർക്ക് മേടിച്ച് നല്ലൊരു വർക്കർ ആക്കി മാറ്റാൻ ഫാമിലി എന്ത് ചെയ്യും? നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് ആരെ ഇൻട്രസ്റ്റ് ആണ് പ്രൊട്ടക്ട് ചെയ്യുക? ക്യാപിറ്റലിസ്റ്റിന്റെ ഇൻട്രസ്റ്റ് ആണ് പ്രൊട്ടക്ട് ചെയ്യുക. ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും എന്ന് ഫാമിലി പറഞ്ഞു തരുന്നു, നമ്മൾ പറഞ്ഞു.
ആര് ഇൻട്രസ്റ്റ് ആണ് പ്രൊട്ടക്ട് ചെയ്യുക? ക്യാപിറ്റൽ ഇൻട്രസ്റ്റ്. ഇന്ന് പറയുന്ന ഇപ്പൊ മാത്സ് തന്നെ പറയുന്നുണ്ട്, ഇന്ന് നമുക്ക് നടക്കുന്ന പരീക്ഷണങ്ങളും പ്രോബ്ലംസ് ഒന്നും ഇവരുടെ സിസ്റ്റത്തിന്റെ പ്രോബ്ലം അല്ല, അത് ദൈവത്തിന്റെ പരീക്ഷണമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ്? സിസ്റ്റത്തിനെതിരെ നമ്മൾ എന്ത് ചെയ്യരുത്, ചോദ്യം ചോദിക്കരുത്. ഇഫ് ഐ ആം നോട്ട് ഗെറ്റിംഗ് ആൻ എംപ്ലോയ്മെന്റ്, വാട്ട് ഐ വിൽ തിങ്ക്, എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്കിപ്പോ ജോലി കിട്ടുന്നത്, എനിക്ക് നല്ല ജോലി കിട്ടുന്നത്, അപ്പൊ ഞാൻ എന്താ വിചാരിക്കുക? നിങ്ങൾ എന്താ വിചാരിക്കുക? എനിക്ക് കഴിവില്ല, ഈ ചങ്ങായി എവിടെ ഇന്റർവ്യൂവിന് പോയിട്ട് മര്യാദയ്ക്ക് പെർഫോം ചെയ്യാനാണ് അറിയില്ല, അവന് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ അവനൊരു ബോധമില്ല, വിവരമില്ല എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾക്ക് അതേപോലെ ഇന്ത്യയിൽ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടുന്നില്ല. അപ്പൊ ശരിക്കും അതൊരു ഇൻഡിവിജ്വലിന്റെ പ്രോബ്ലം ആണോ? അതൊരു സിസ്റ്റത്തിന്റെ പ്രോബ്ലം ആണ്. പക്ഷേ ഇറ്റ്സ് മേക്ക് ബിലീവ് ദാറ്റ് എന്താണ്, ഇത് നമ്മുടെ മാത്രം പ്രോബ്ലം ആണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇതൊരു പരീക്ഷണമാണെന്ന രീതിയിൽ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കും. സോ ഓട്ടോമാറ്റിക്കലി വി നെവർ ക്വസ്റ്റ്യൻ ദ സിസ്റ്റം. സിസ്റ്റം ക്വസ്റ്റ്യൻഡ് അല്ലെങ്കിൽ റൂളിംഗ് ക്ലാസ്സിന് എന്താണ് ഈസി ആയിട്ട് ഭരിക്കാൻ പറ്റും, അല്ലെങ്കിൽ റൂളിംഗ് ക്ലാസ്സിന് അവരുടെ ഇൻട്രസ്റ്റ് ഈസി ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ സിസ്റ്റത്തെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഫാമിലി ചെയ്യുന്നത് ബൈ അവരുടെ എന്ത് ചെയ്യുന്നു, ഐഡിയോളജിക്ക് നമ്മളെ എന്ത് ചെയ്യുന്നു, സോഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഈ അൽത്തുസർ പറയുന്നത്. ഓക്കെ, സോ ഫാമിലി പെർഫോം ദി ഐഡിയോളജിക്കൽ ഫംഗ്ഷൻ, സോഷ്യലൈസ് ഇൻഡിവിജ്വൽ ഇൻ ടു റൂളിംഗ് ക്ലാസ് ഐഡിയോളജീസ്. അവരുടെ ഐഡിയോളജീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യാണ്, സോഷ്യലൈസ് ചെയ്യാണ്. ഇനി വേറൊരു തിങ്കർ പറഞ്ഞാണ് എഡ്മണ്ട് ലീച്ച് എന്ന് പറയുന്ന ഒരു തിങ്കർ പറയുന്നത്, പുള്ളിക്കാരൻ നടത്തിയ സ്റ്റഡീന്റെ പേരാണ് ദ റൺഅവേ വേൾഡ്. ഓക്കെ, ആ സ്റ്റഡീന്റെ പേര് എ റൺഅവേ വേൾഡ് എന്നുള്ളതാണ് സ്റ്റഡി. സോ പുള്ളി ഫാമിലിയെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലി എന്ന് പറയുന്നത് ഈ ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലിയിൽ അവര് കുറച്ചുകൂടി എന്താണ്, ഇൻവേർഡ് ലുക്കിംഗ് ആളുകളാണ്. ദർ വിൽ ബി സ്ട്രെസ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓൾവേസ്. ഈ ഫാമിലിയിൽ എപ്പോഴും ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. കാരണം ഇവര് ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് പണ്ട് ഇപ്പം ഒരു ഇമോഷണൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അച്ഛനുണ്ട്, അമ്മൂമ്മയുണ്ട്, അപ്പൂപ്പനുണ്ട്, അങ്കിൾമാരുണ്ട്, വലിയ ഫാമിലി ആയതുകൊണ്ട് സ്ട്രെസ് എന്ത് ചെയ്യും, കുറച്ചുകൂടി ഇൻഫ്യൂസ് ചെയ്തു പോകും. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലിയിലുള്ള ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് ഈ പുറത്തുനിന്ന് വരുന്ന സ്ട്രെസ് എല്ലാം ഈ ഫാമിലി തന്നെ വേണം തീർക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ ആകെ 2-3 ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരെ മേത്ത് ഈ സ്ട്രെസ് എന്താവും, ഓവർ ബേർഡൻഡ് ആയി തുടങ്ങും. സോ ഇൻഡിവിജ്വൽസ് തമ്മിൽ എന്ത് ചെയ്യും, ഈ ഇന്റൻസിഫിക്കേഷൻ ഓഫ് ഇമോഷൻ സ്ട്രെസ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ പാരന്റ്സ് ചിൽഡ്രൻസ് ആയിട്ടുള്ള ഈ സ്ട്രെയിൻ എന്ത് ചെയ്യും, ബാക്കി എല്ലാ ഫാമിലിനെ വെച്ച് നോക്കുമ്പോഴേക്കും ന്യൂക്ലിയർ ഫാമിലിയിൽ അവർക്ക് ബിയർ ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ദേ ആർ ജസ്റ്റ് ലൈക്ക് ആൻ ഓവർ ലോഡഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അതുപോലെയാണ് ഈ ന്യൂക്ലിയർ ഫാമിലി എന്നാണ് എഡ്മണ്ട് ലീച്ച് പറയുന്നത്. ഓവർലോഡഡ് ഇലക്ട്രിക് സർക്യൂട്ടിന്റെ പ്രോബ്ലം എന്താണ്, എപ്പോ വേണമെങ്കിലും അത് പൊട്ടാം, എപ്പോ വേണമെങ്കിലും അതിനകത്ത് തീ പിടിക്കാം. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഫാമിലി സിസ്റ്റം അങ്ങനെ തന്നെയാണ്. കാരണം എന്താണ്, ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. ചിലപ്പോൾ രാവിലെ ഹാപ്പി ആയി പോയ ആളായിരിക്കില്ല വൈകുന്നേരം തിരിച്ചു വരുന്നത്. അപ്പം എപ്പോഴാണ് ഈ സ്ട്രെസ് വന്ന് കൂടി പൊട്ടുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, ഒച്ചപ്പാടും ബഹളം പെട്ടെന്ന് പൊട്ടും. അപ്പൊ ചിലപ്പോൾ രാവിലെ വൈകുന്നേരം ഓക്കെ ആയിരിക്കും, കുറച്ച് കഴിയുമ്പോഴേക്ക് എന്തെങ്കിലും മൂഡ് മാറും. സോ ഓവർലോഡഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് പോലെയാണ് എന്തെന്ന് പറയുന്നത്, ന്യൂക്ലിയർ ഫാമിലി ഇൻ ദ മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്നത്. സോ ന്യൂക്ലിയർ ഫാമിലി ഇൻ ദ മോഡേൺ സൊസൈറ്റി ഇസ് ലൈക്ക് ഓവർലോഡഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്, ബിക്കോസ് അവർ ഏത് സമയം വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, പൊട്ടിത്തെറിക്കാം എന്നുള്ളതാണ് എഡ്മണ്ട് ലീച്ച് പറഞ്ഞത്. സോ ഇത്രയും പറഞ്ഞത് മാക്സിസ് പെർസ്പെക്റ്റീവ് ആണ്. മാക്സിസ് പെർസ്പെക്റ്റീവ് എല്ലാം പറഞ്ഞിട്ടില്ല, ഫാമിലി എന്താ ചെയ്യാന്ന്, നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാന്നാ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും നേരം. മറ്റേത് എന്താ പറഞ്ഞത്, ഫങ്ഷണൽ ആണെന്നായിരുന്നു പറഞ്ഞത്. ഇപ്പൊ അവർ പറയുന്നത് എക്സ്പ്ലോയിറ്റിംഗ് ആണ്. ഏംഗൽസ് പറഞ്ഞു ഫാമിലീസ് ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഇൻഡസ്ട്രീസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് മജോറിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെ. ആൾത്തൂസർ പറഞ്ഞ എന്താണ്, ഐഡിയോളജി വൈസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, നമ്മളെ ഐഡിയോളജീസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ റൂളിംഗ് ക്ലാസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഫാമിലി ഉള്ളത്. ആൻഡ് അതേപോലെ തന്നെ സെറസ്കി പറഞ്ഞ എന്താണ്, ഇറ്റ്സ് ജസ്റ്റ് എ ടാർഗറ്റഡ് ഗ്രൂപ്പ് ഫോർ ബിസിനസ് ക്ലാസ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി വി ബീൻ എക്സ്പ്ലോയിറ്റഡ് അല്ലെ. എഡ്മണ്ട് ലീച്ച് പറഞ്ഞ എന്താണ്, ദ ഇമോഷൻ ഈസ് ഓവർ സ്ട്രെസ്ഡ് ആണ് ബിറ്റ്വീൻ ദ പാരന്റ്സ്. സോ ഇറ്റ്സ് ലൈക്ക് എ ഇലക്ട്രിക്കൽ ഓവർലോഡഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്. സോ എല്ലാവരും പറയുന്ന എന്താണ്, ഫാമിലി എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര ഓവർലോഡഡ് ആണ്, ഭയങ്കര പ്രോബ്ലം എന്നുള്ളതാണ്. ഇനി അടുത്ത കോൺഫ്ലിക്ട് തിയറിന്റെ ബേസിസ് വരുന്നതാണ് ഫെമിനിസ്റ്റ് തിയറീസ്. ഫെമിനിസ്റ്റ് തിയറീസ് ബേസിക്കലി ഫാമിലിനെ എങ്ങനെയാണ് കാണുന്നത്, ഫാമിലി ഈസ് എ സെക്സിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫാമിലിനെ ഫെമിനിസ്റ്റ് കാണുന്നത്. ഫാമിലി ഈസ് ജെൻഡേർഡ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഫെമിനിസ്റ്റ് കാണുന്നത്. അവർ പറയുന്നത് ഫാമിലി ബേസിക്കലി എന്ത് ഡൊമിനേറ്റഡ് ആയിരിക്കും, മെയിൽ ഡൊമിനേറ്റഡ് ആണ്. പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഫാമിലീസ് ആക്ച്വലി മെയിൽ ഡൊമിനേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ സെക്സിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഫാമിലി. കാരണം ഫാമിലിയിൽ ഇന്ന വർക്ക് ഇന്ന ആൾ ചെയ്യണം, ഇന്ന വർക്ക് ഇന്ന ആൾ ചെയ്യണം എന്ന് ജെൻഡറിന്റെ ബേസിലാണ് എന്ത് ചെയ്തത്, റോൾ അലോക്കേഷൻ നടത്തിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ചപ്പോൾ നമ്മൾ ഈഗാലിറ്റേറിയൻ ഫാമിലി എന്നൊക്കെ നമ്മൾ പറയും, ഇപ്പോഴും നമ്മൾ പറയും. ഇപ്പൊ മോഡേൺ കപ്പിൾസിനോട് ചോദിച്ചാൽ ഞങ്ങളെ വീട്ടിൽ എന്ത് ചെയ്യും, ഭർത്താവും ഫുഡ് ഉണ്ടാക്കും, ഭാര്യയും ഫുഡ് ഉണ്ടാക്കും, അല്ലെ ചേട്ടനും ഫുഡ് ഉണ്ടാക്കും, രണ്ടും ഞങ്ങൾ വി ആർ ഷെയറിങ് ഈക്വൽ. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ഒരു ക്വസ്റ്റ്യൻ ഓഫ് സ്ട്രഗിൾ വരുന്നു, എ പോയിന്റ് വേർ സംബഡി ഹാസ് ടു റിസൈൻ ഫ്രം വർക്ക്. ഒബ്വിയസ് ചോയ്സ് ആരായിരിക്കും, ഈഗാലിറ്റേറിയൻ ഫാമിലിയിലും വുമൺ ആയിരിക്കും എന്ത് ചെയ്യേണ്ടി വരിക, റിസൈൻ ചെയ്യേണ്ടി വരിക.
ഒബ്വിയസ് ചോയ്സ് എന്ന് പറയുന്നത്. മീൻസ് ഓട്ടോമാറ്റിക്കലി എന്ത് വരും, ആ ചോയ്സ് അതിലേക്ക് പോകും. ദർ ആർ ലൈക്ക് വെസ്റ്റേൺ സൊസൈറ്റിയിലൊക്കെ ഇപ്പോൾ ഹൗസ് ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് മജോറിറ്റി കേസസ് നോക്കുവാണെങ്കിലും ഇന്ത്യയിലൊക്കെ നോക്കുവാണെങ്കിലും ഇപ്പൊ രണ്ടുപേര് വർക്കിന് പോകുന്നുണ്ടെങ്കിലും ഇപ്പൊ ഒരു ചൈൽഡ് ബിയറിങ്ങിന്റെ ടൈം ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കുട്ടി ജനിച്ചതിന് ശേഷം ഒരാൾക്ക് സ്റ്റേ ബാക്ക് ചെയ്യണം. അപ്പൊ നമുക്കൊരു മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വർക്കിന് പോയി തുടങ്ങേണ്ടതില്ല. അപ്പൊ ഒരാൾക്ക് സ്റ്റേ ബാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ് ചോയ്സ് ആരുതായിരിക്കും? അത് വുമൺ ആയിരിക്കണം സ്റ്റേ ബാക്ക് ചെയ്യേണ്ടത്. അത് അച്ഛനാണോ ഹസ്ബൻഡ്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസ്കഷൻ അവിടെ ഇല്ല. ഞാൻ സ്റ്റേ ബാക്ക് ചെയ്യണോ നീ സ്റ്റേ ബാക്ക് ചെയ്യണോ, അതിനകത്ത് ഏതാണ് ബെനിഫിറ്റ്? ചിലപ്പം വുമൺ മേ ബി ഏണിംഗ് മോർ ദാൻ ഹസ്ബൻഡ്, ബട്ട് ആര് തന്നെ സ്റ്റേ ബാക്ക് ചെയ്യേണ്ടി വരും? വുമൺ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യണം. കാരണം ഇവിടെ റോൾ അലോക്കേറ്റ് ചെയ്യുന്ന എന്തിന്റെ ബേസ് ചെയ്തിട്ടാണ്? ജെൻഡറിന്റെ ബേസ് ചെയ്തിട്ടാണ് ഫാമിലിയിൽ റോൾ അലോക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലി എന്ന് പറയുന്നത് ഒരു ജെൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സെക്സിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നാണ് ആര് പറയുന്നത്? ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് പറയുന്നത്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് സ്കോളർ ആണ് ആൻ ഓക്ലെ. സോ ആൻ ഓക്ലെന്റെ ബുക്കിൽ പറയുന്നത്, ഇൻ ഹർ ബുക്ക് ദ സോഷ്യോളജി ഓഫ് ഹൗസ് വൈഫ് എന്ന് പറയുന്ന ബുക്കിൽ പുള്ളിക്കാരി പറയുന്നത്, ഫാമിലി ഇസ് എ സെക്സിസ്റ്റ് ഓർ ജെൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡിവൈഡ് ദ ഇൻഡിവിജ്വൽസ് ഇൻ ടു ഡിഫറെന്റ് റോൾസ് അക്കോർഡിംഗ് ടു സെക്സ്. ആളുകളെ എന്ത് ചെയ്യുന്നു, അവരുടെ സെക്സ് ഏതാന്ന് നോക്കിയിട്ട് അതിന്റെ ബേസ്, മെയിലിന് ഏതാണ് ജോലി ഫീമെയിലിന് ഏതാണ് ജോലി എന്നുള്ളത് ബേസ്ഡ് ഓൺ സെക്സ് ആണ് എന്ത് ചെയ്യുന്നത്, ജോബ് അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ വീട്ടിൽ ജോലി ചെയ്യാന്ന് പറയുന്നത് വുമൺ ആയിരിക്കും, പുറത്തു പോയിട്ട് ബ്രെഡ് വിന്നർ. ഇതിന് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. ഫംഗ്ഷനിസ്റ്റ് സ്കോളേഴ്സിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷനിസ്റ്റ് സ്കോളേഴ്സിൽ പാർസൺ എന്തായിരുന്നു പറഞ്ഞത്? പാർസൺ പറഞ്ഞത് രണ്ടുപേർക്ക് രണ്ട് റോൾ ഉണ്ട്. ഒന്നെന്താണ്, മെയിലിന് എന്ത് റോളാണ്? ഇൻസ്ട്രുമെന്റൽ റോൾ. ബ്രെഡ് വിന്നർ ആണ് ഇൻസ്ട്രുമെന്റ്. നമ്മൾ സോഷ്യോളജിക്ക് എഴുതുമ്പോൾ ആ കീവേഡ് തന്നെ നമ്മൾ എഴുതണം. ഇൻസ്ട്രുമെന്റൽ റോളും മറ്റാക്ക് അഫക്റ്റീവ് റോളും. എന്താണ്? ഒരാൾ ഇമോഷണൽ റോളും ആണ്, കാരണം സൈക്കോളജിക്കലി ഇമോഷണലി സപ്പോർട്ട് ചെയ്യും. വുമന്റെ റോൾ അഫക്റ്റീവ് ആണ്, മെയിലിന്റെ റോൾ എന്താണ്? ഇൻസ്ട്രുമെന്റൽ ആണ്. ദാറ്റ് മീൻസ് ബ്രെഡ് വിന്നറിന്റെ റോൾ ആണ്. അപ്പം ഇവിടെ റോൾ അലോക്കേറ്റ് ചെയ്തത് ബേസ്ഡ് ഓൺ ജെൻഡർ ആണ്. സോ അക്കോർഡിംഗ് ടു സെക്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഫാമിലി ചെയ്യുന്നത്. അതേപോലെ തന്നെ ആൻ ഓക്ലെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇൻ ഫാമിലീസ് ലെജിറ്റിമൈസ് വുമൺ വർക്ക് ആസ് എ ഡ്യൂട്ടി ബട്ട് മെയിൽ വർക്ക് ആസ് എ നെസസറി. അതായത് വുമൺ ചെയ്യുന്ന എല്ലാ ജോലിയും ആക്ച്വലി അവളുടെ വർക്കല്ല, എന്താണ്, അവരുടെ ഡ്യൂട്ടി ആയിട്ടാണെന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ പറയില്ല, അവള് ഇപ്പൊ വീട്ടിൽ ഒരു സ്ത്രീ ഫുഡ് ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നെങ്കിൽ എന്തൊരു സ്ത്രീ, എന്തൊരു അമ്മയാണത്. ഇപ്പൊ കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നില്ല, കുട്ടിക്ക് സ്വന്തം ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അച്ഛനെ കുറ്റം പറയോ? അച്ഛനോട് പറയോ എന്തൊരു മനുഷ്യനാണ് അയാൾക്ക്, അയാൾക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുത്തൂടെ എന്ന് പറയാവോ? പകരം എന്താ പറയാ, എന്തൊരു സ്ത്രീയാണത്, ആ സ്ത്രീക്ക് എന്തെങ്കിലും കുറച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുത്തൂടെ എന്നാ പറയാ. കാരണം എന്താണ്, അത് അമ്മേന്റെ ജോലിയാണ്. ജോലിയല്ല, അതൊരു ഡ്യൂട്ടിയാണ്. ജോബ് ഈസ് ഡിഫറെന്റ് ആൻഡ് ഡ്യൂട്ടി ഈസ് ഡിഫറെന്റ്. ഡ്യൂട്ടി മീൻസ് യു ആർ ബൗണ്ട്. സോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക മക്കൾക്ക് എന്നുള്ളത് അച്ഛന്റെ ഡ്യൂട്ടി അല്ല, അത് അമ്മയുടെ ഡ്യൂട്ടിയാണ്. അപ്പം അമ്മ ചെയ്യുന്നതെല്ലാം ഡ്യൂട്ടി ആയിരിക്കും. വീട് വൃത്തിയാക്കുക എന്നുള്ളത് ഡ്യൂട്ടി ആയിരിക്കും. അച്ഛനെ നോക്കുക എന്നുള്ളത് മീൻസ് കാര്യങ്ങൾ അലക്കി കൊടുക്കുക, ഡ്രസ്സ് തേക്കുക, ഇത് ഡ്യൂട്ടിയാണ്. കുട്ടികളെ നോക്കുക എന്നുള്ളത് ഡ്യൂട്ടിയാണ്. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ്. പക്ഷെ ഈ ഡ്യൂട്ടി ഒന്നും ആർക്കില്ല, മെയിൽ മെമ്പറിനില്ല. മെയിൽ മെമ്പറിന് ജോബ് എന്ന് പറയുന്നത് ഒരു നെസസറി ആണ്. ജോബ് ഈസ് ജസ്റ്റ് എ ഔട്ട്സൈഡ് ഹോം ആണ്. അവരെന്ത് ചെയ്യുന്നു, അവരും ബ്രെഡ് വിന്നേഴ്സ് ആണ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജോബ് എടുക്കുന്ന ആളുകളാണ്. അപ്പം സൊസൈറ്റി ഒരിക്കലും ആരെ കുറ്റം പറയില്ല, മെയിലിനെ കുറ്റം പറയില്ല ഫാമിലിയിൽ ഒരു കാര്യം ചെയ്യാത്തതിന്. ആരെ കുറ്റം പറയുള്ളൂ, ഫീമെയിലിനെ കുറ്റം പറയുള്ളൂ. സോ ആൻ ഓക്ലെ പറയുന്നത്, ഈ ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് ലെജിറ്റിമൈസ് വുമൺ വർക്ക് ആസ് എ ഡ്യൂട്ടി, പക്ഷെ മെന്നിന്റെ വർക്ക് എന്താണ്, നെസസിറ്റി ആണ്. അപ്പൊ ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അത്ര നല്ലതല്ല വുമണിനെ സംബന്ധിച്ചോളം എന്നാണ്. ലെജിറ്റിമൈസ് വുമൺ വർക്ക് ആസ് എ ഡ്യൂട്ടി ആൻഡ് മെൻസ് വർക്ക് ആസ് എ നെസസറി. ആൻഡ് ഫാമിലി ഓൾസോ divide the jobs into two parts. One is paid and unpaid job. Paid job ആര് ചെയ്യും, മെയിൽ മെമ്പേഴ്സ് ചെയ്യും. അൺപെയ്ഡ് ജോബ്സ് ആര് ചെയ്യും, ഫീമെയിൽ. ഏതാണ് അൺപെയ്ഡ്? കുട്ടികളെ നോക്കുക, സ്കൂളിൽ വിടുക, വീട്ടിലേക്ക് ഫുഡ് ഉണ്ടാക്കുക, അലക്കുക, ഇതൊക്കെ എന്താണ്, വീട് വൃത്തിയാക്കുക, അൺപെയ്ഡ് ജോബ്സ് ആണ്. സോ ഈ രണ്ട് ജോബ്സ് ആയിട്ട് ഈ അൺപെയ്ഡ് ജോബ്സ് എല്ലാം ആരെ കൊണ്ട് ചെയ്യിപ്പിക്കും, ഫീമെയിലിനെ കൊണ്ട്, അല്ലെങ്കിൽ ഫീമെയിൽ ആയിരിക്കും ചെയ്യുക, മറ്റേത് എന്ത് ചെയ്യും, മെയിൽ ആയിരിക്കും ചെയ്യുക. അപ്പൊ ബേസിക്കലി നമ്മൾ തന്നെ പറയാറില്ലേ, എന്റെ അമ്മേനെക്കാട്ടും കുക്ക് ചെയ്യുന്ന ആള് വേറെ ആരില്ല, എന്റെ അമ്മ അടിപൊളി ഫുഡ് ഉണ്ടാക്കുന്ന ആളാന്ന് പറയില്ലേ. മജോറിറ്റി അങ്ങനെയായിരിക്കും പറയാം. പക്ഷെ അച്ഛൻ ഫുഡ് ഉണ്ടാക്കുന്നതിനെ പറ്റി നമ്മൾ അങ്ങനെ പറയാറില്ല. കാരണം എന്താണ്, ശരിക്കും ലോകത്തിലെ ബെസ്റ്റ് കുക്ക് എന്ന് പറയുന്ന ആരാണ്, മെയിൽസ് ആണോ ഫീമെയിൽ ആണോ? ആക്ച്വലി മെയിൽസ് ആണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കുക്ക് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ലോകത്തുള്ള ഏത് ഹോട്ടലിൽ പോയാലും 98% ഓഫ് ഹോട്ടൽസിലെ ഷെഫ് എന്ന് പറയുന്ന ആരായിരിക്കും, മെയിൽ ആയിരിക്കും. കാരണം 98% ഹോട്ടൽ, നിങ്ങൾ ഹോട്ടൽ ഫുഡ് ഇഷ്ടമല്ലേ, ഏറ്റവും വെറൈറ്റി ഫുഡ്സ് ഒക്കെ ഇഷ്ടമല്ലേ, 98% മെയിൽ ആയിരിക്കും ഷെഫ്. പക്ഷെ വീട്ടിൽ ഇവരെന്ത് ചെയ്യില്ല, ഒരിക്കലും ഫുഡ് ചെയ്യില്ല. കാരണം എന്താണ്, മെയിൽ ഓൺലി വർക്ക് വെൻ ദ ജോബ് ഈസ് എക്കണോമിക്കലി റിട്ടേൺ.
മെയിലിന് പൈസ കിട്ടുമ്പോൾ മാത്രമേ മെയിൽ എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. മെയിലിന് പൈസ കിട്ടാത്ത ഒരു ജോബും ആര് ചെയ്യില്ല, മെയിൽ ചെയ്യില്ല. കാരണം മെയിൽ എല്ലാ ജോബും ചെയ്യും, പക്ഷെ മെയിലെല്ലാം കുക്കിങ്ങിൽ മെയിൽ അടിപൊളിയാ, പക്ഷെ ദേ നെവർ ഡു ഇറ്റ് അറ്റ് ഹോം ബിക്കോസ് ഇറ്റ്സ് അൺപെയ്ഡ് വർക്ക്. ബട്ട് ദേ ആർ സോ ഗുഡ് അറ്റ് ഔട്ട്സൈഡ് ബിക്കോസ് ഇറ്റ്സ് പെയ്ഡ് വർക്ക്. സോ മെയിൽ എപ്പോഴും പെയ്ഡ് വർക്കിന് എന്ത് ചെയ്യും, മെയിലിന് കൊടുക്കും. അൺപെയ്ഡ് ഫാമിലി എപ്പോഴും അൺപെയ്ഡ് വർക്ക് ആർക്ക് കൊടുക്കും, ഫീമെയിലിന് കൊടുക്കും. എന്നിട്ട് എന്ത് പറയും, ഇതൊരു ഡ്യൂട്ടി ആക്കി മാറ്റുകയും ചെയ്യും. അൺപെയ്ഡ് ആണ്. ഇനി അത് മാത്രമല്ല, ഇവർക്ക് പേയ്മെന്റ് കിട്ടും. ബേസിക്കലി വുമണിനും പേയ്മെന്റ് ഉണ്ട്. ഇപ്പൊ വുമൺ ചെയ്യുന്ന വർക്കിന്, വുമൺ വീട്ടിൽ നല്ല രീതിയിൽ കാര്യങ്ങളും അച്ഛനെ സ്നേഹിക്കുന്നതിന് അച്ഛന് വുമണിന് പേയ്മെന്റ് കിട്ടില്ലേ? കിട്ടുമോ? കിട്ടും. ആരാ പേയ്മെന്റ് കൊടുക്കുന്നത്? ഹസ്ബൻഡ് കൊടുക്കും, അച്ഛൻ കൊടുക്കും. മീൻസ് ഹസ്ബൻഡാണ് പേയ്മെന്റ് കൊടുക്കുക. എങ്ങനെയാണ് പേയ്മെന്റ് കൊടുക്കുക? പെയ്ഡ് ഇൻ കൈൻഡ് ആയിരിക്കും, ക്യാഷ് ഒരിക്കലും കൊടുക്കൂല. ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു, വൈകുന്നേരം വരുമ്പോ എന്ത് ചെയ്യും, ഒരു സാരി മേടിച്ചു തരും. നീ പറഞ്ഞ സാരി. And the woman think that this is something she's earns because she's love so much her husband. അതിന് വേണ്ട ഒരു റിട്ടേൺ ആയിട്ടാണ് എന്ത് കാണുന്നത്, ഈ സാരിയെ കാണുന്നത്. ഓക്കെ, സോ ആക്ച്വലി ഈ പുള്ളിക്കാരി ഇതൊക്കെ ചെയ്യുന്നതിന്റെ കൂലിയാണ് എന്തെന്ന് പറയുന്നത്, സാലറി എന്ന് പറയുന്നത്. സോ വുമണിന് എപ്പോഴും പേയ്മെന്റ് കിട്ടും. പേയ്മെന്റ് കിട്ടുന്ന മൊത്തം കൈൻഡിലായിരിക്കും. സാലറി സാരി മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വുമൺ വൈകുന്നേരം ചെല്ലുമ്പോൾ 2 പരിപ്പട മേടിച്ചു കൊടുക്കുക. അല്ലാതെ എന്താ കൊടുക്കൽ? ഇപ്പം ബേസിക്കലി എന്താ ഫാമിലിയിൽ ഇങ്ങനെയൊക്കെ അച്ഛനമ്മയ്ക്ക് എന്താ കൊടുക്കാറുണ്ട്? നെക്ലേസ് കൊടുക്കാറുണ്ട് അല്ലെ? പിന്നെന്താ, ഒന്നും കൊടുക്കാറില്ല അവിടെ. ഓക്കെ, ഇങ്ങനെ കൊടുക്കുന്ന സാധനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് വള മേടിച്ചു കൊടുക്കുക, അല്ലെ, ഇത് മേടിച്ചു കൊടുക്കുക. ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, വുമൺ ആക്ച്വലി വർക്ക് ചെയ്യുന്നതിന് പേയ്മെന്റ് കൊടുക്കുന്നതാണ്. പക്ഷെ ഇതേ പേഴ്സൺ വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് എന്ത് കിട്ടും? പെയ്ഡ് ഇൻ ക്യാഷ്. ഈ വിൽ ബി ഗെറ്റിംഗ് റെഗുലർ വേജസ്. ബട്ട് മറ്റേ ആൾക്ക് എന്ത് ചെയ്യില്ല, വുമൺ എന്ത് കിട്ടില്ല, റെഗുലർ വേജസ് കിട്ടില്ല. വാട്ട് എവർ പേയ്മെന്റ് വിൽ ബി കൈൻഡ്. പൈസ ആയിട്ട് എന്ത് ചെയ്യില്ല, പൈസ ഒരിക്കലും കൊടുക്കുക. ഈ വർക്ക് ചെയ്യുന്ന വുമൺ തന്നെ ഉണ്ടെങ്കിലും പല ഫാമിലിയിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് പൈസ എടുത്തിട്ട് എന്ത് ചെയ്യും, ശമ്പളം കിട്ടുമ്പോൾ നേരെ ആർക്ക് കൊടുക്കും, ഈ കെട്ടിയോന് കൊടുക്കും. എന്നിട്ട് എല്ലാ ദിവസവും ബസ്സിനുള്ള കൂലി ഇറന്ന് മേടിച്ചിട്ട് ജോലിക്ക് പോവുകയും ചെയ്യും. ബിക്കോസ് എന്ത് ചെയ്യണം, മെയിലാണ് ഫണ്ടൊക്കെ മാനേജ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ആ റോള് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇനി ആനോക്ലെ പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോലെറ്റേറിയറ്റ് ഇൻ ഫാക്ടറി, അതായത് ഇവൻ എന്താണ് ശരിക്കും, തൊഴിലാളിയാണ് എവിടുത്തെ, ഫാക്ടറിയിലെ. വിൽ ആക്ട് ലൈക്ക് എ ബൂർഷ ഇൻ ദി ഫാമിലി. മനസ്സിലായോ? അതായത് ഫാക്ടറിയിലെ തൊഴിലാളി വീട്ടിലെ ആരാണ്, ബൂർഷയാണ് ഈ ആണുങ്ങള്. സോ അത് ആനോക്ലേക്ക് എന്ത് ചെയ്തിട്ടില്ല, അത്ര ഇഷ്ടമല്ല. അപ്പം ഇറ്റ്സ് വെരി ഫാമിലി എന്ന് പറയുന്നത് എന്താണ്, സെക്സിസ്റ്റ് ഓർഗനൈസേഷൻ ആണ്. സോ ഫാമിലി ലെജിറ്റിമൈസ് വുമൺ വർക്ക് ആസ് എ ഡ്യൂട്ടി ആൻഡ് മെൻ വർക്ക് ആസ് എ നെസസറി ആൻഡ് ഫാമിലി സെപ്പറേറ്റ് വർക്ക് ഇൻ ടു പെയ്ഡ് ആൻഡ് അൺപെയ്ഡ്. ഓൾസോ proletariat in the factory acts like a bourgeois in the family. ആൻഡ് എന്ത് ചെയ്യുന്നു, വുമൺ റിസീവ് ക്യാഷ് ആണ്, കൈൻഡ് ആയിട്ടാണ് പൈസ കിട്ടുന്നെങ്കിൽ മെയിലിന് എങ്ങനെയാണ് ക്യാഷ് കിട്ടുന്നത്, റെഗുലർ വേജസ് കിട്ടും. ഇതാണ് ആന ഓക്ലേന്റെ വ്യൂ പോയിന്റ് ഓഫ് ഫാമിലീസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു ഫെമിനിസ്റ്റ് തിങ്കർ ആണ്, അതേ സെയിം വ്യൂ പോയിന്റിൽ, മീൻസ് ഏകദേശം ഒരു സെയിം വ്യൂ പോയിന്റ് പറയുന്നതാണ് മാർഗരറ്റ് ബെൻസ്റ്റൺ. സോ മാർഗരറ്റ് ബെൻസ്റ്റൺ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, അൺപെയ്ഡ് ബേസിക്കലി ഇൻഡസ്ട്രിയിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നത് മെയിലാണല്ലോ, ഫാക്ടറി പോയി വർക്ക് ചെയ്യുന്നത്. മാർഗരറ്റ് ബെൻസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി ഒരാളുടെ വർക്കല്ല. ഇൻഡസ്ട്രിയലിസ്റ്റ് ആക്ച്വലി ഹയർ ചെയ്യുന്ന 2 പേരെ വർക്കാണ്. പക്ഷെ ഇവർ ആർക്ക് എത്രയേ കൊടുക്കുന്നുള്ളൂ, ഒരാളെ ശമ്പളം മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബാക്കി ഒരാളുടെ ശമ്പളം എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. സോ അത് ആര് പ്രോഫിറ്റ് ആക്കി എടുക്കുന്നു, ഇൻഡസ്ട്രിയലിസ്റ്റ് പ്രോഫിറ്റ് ആക്കി എടുക്കുന്നു. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ, ഞാനൊരു ഹസ്ബൻഡ് ആണെങ്കിൽ ഞാൻ ജോലിക്ക് പോവാന്ന് വിചാരിക്കുക, എന്റെ ഫാമിലിയിൽ നിന്ന് ജോലിക്ക് പോവാ. ഞാൻ ജോലിക്ക് പോവാൻ വേണ്ടിയിട്ട് എന്റെ ഫുഡ് രാവിലെ ഉണ്ടാക്കി തരുന്നത് എന്റെ ഭാര്യ. ഓക്കെ, അപ്പം എനിക്ക് ആ ഫുഡ് ഉണ്ടാക്കുന്ന സമയം എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് വർക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. എന്റെ ഡ്രസ്സ് അലക്കുന്നത് ഭാര്യ, എനിക്ക് എല്ലാ കാര്യങ്ങളും, എന്റെ കുട്ടികളെ നോക്കുന്ന ഭാര്യ, എന്റെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഭാര്യ, PT മീറ്റിങ്ങിന് ഏറ്റവും കൂടുതൽ പോകുന്ന അമ്മമാരായിരിക്കും. ഇതെല്ലാം ചെയ്യുന്നത് ഭാര്യയാണ്. സോ ഓട്ടോമാറ്റിക്കലി ഈ ആള് ഇതെല്ലാം ചെയ്യുന്നതിന്റെ പകരമായിട്ടാണ് ഐ ആം സ്പെൻഡിങ് ടൈം ഇൻ ദി ഫാക്ടറി. സോ ബേസിക്കലി ഈ ഇൻഡസ്ട്രിയലിസ്റ്റ് 2 പേരെ പണിക്ക് നിർത്തിയിട്ടുണ്ട്. പക്ഷെ ദേ ആർ ഓൺലി പേയിങ് 1 person സാലറി. ഈ അതർ പേഴ്സന്റെ സാലറി ദേ ആർ ടേക്കിംഗ് ആസ് എ പ്രോഫിറ്റ്. സോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലെ ഫാമിലി ഈസ് ആൻ എക്സ്പ്ലോയിറ്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ ദി ഇൻഡസ്ട്രിയലിസ്റ്റ്. അവരെന്ത് ചെയ്യാണ്, ഈ 2 പേരുടെ വർക്കിനുള്ള ശമ്പളം എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, 2 പേരെ വർക്ക് എടുത്ത് ഒരാൾക്ക് ശമ്പളം കൊടുക്കുന്നു. പുള്ളിക്കാരി പറയുന്നത്, ഈ 2 പേർക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വെൽത്ത് തന്നെ എന്ത് ചെയ്തേനെ, വലിയ രീതിയിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയെന്നുള്ളതാണ്. So state that the amount of unpaid labor performed by women is large and very profitable to those who own the means of production. That means industrialist. To pay women for their work, even at the minimum wage scale, involve a massive redistribution of wealth and the ഇവിടെ നടന്നേനെ.
സോ അറ്റ് പ്രസന്റ് സപ്പോർട്ട് ഓഫ് ദ ഫാമിലി ഇസ് എ ഹിഡൻ ടാക്സ് ഓൺ ദ വേജ് എർണർ. ഈ സപ്പോർട്ട് എന്തായിട്ട് കാണും? ഒരു ഹിഡൻ ടാക്സ് പോലെയാണ്. കാരണം എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ തന്നെ ഞാൻ എന്റെ ഫാമിലിയെ നോക്കണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആക്ച്വലി എനിക്ക് രണ്ടുപേരുടെ ശമ്പളമാണ് തന്നിട്ടുള്ളത്. അത് രണ്ടുപേരെ പണിയെടുത്തതിന് ഒരാളെ ശമ്പളം തരുന്നത് ആക്ച്വലി എന്താണ്, പകുതി ശരിക്കും ഭാര്യയ്ക്ക് അവകാശപ്പെട്ട ശമ്പളമായിരുന്നു. കാരണം ഭാര്യയോട് പണിയെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നത്. പക്ഷെ ഇൻഡസ്ട്രിയലിസ്റ്റ് എന്തേ തരുന്നുള്ളൂ? ഒരാളുടെ ശമ്പളം മാത്രമേ തരുന്നുള്ളൂ. ഇനി ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ എന്റെ സപ്പോർട്ടിലാണ് എന്ത് ചെയ്യുന്നത്, എന്റെ ഫാമിലി നിൽക്കുന്നത്. ഒരിക്കലും ഞാൻ ഇൻഡസ്ട്രിയലിസ്റ്റിനെതിരെ എന്ത് ചെയ്യില്ല, ഒരു പ്രൊട്ടസ്റ്റോ ഒരു പ്രശ്നങ്ങളോ ചെയ്യില്ല. കാരണം എന്റെ കമ്മിറ്റ്മെന്റ് ഭയങ്കര കൂടുതലായിരിക്കും. കാരണം എനിക്ക് ഈ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ഫാമിലി എന്ത് ചെയ്യും, എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഫാമിലി, നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ അറിയില്ലേ, ഈ തന്ത വൈബ് വരാൻ കാരണം എന്താണ്? ബേസിക്കലി ഫാമിലി ഡിപ്പെൻഡൻസി വരും ഓട്ടോമാറ്റിക്കലി. അപ്പൊ നമുക്ക് കുറച്ച് പണ്ട് ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിന് എന്ത് ചെയ്യും, ഇപ്പൊ ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കും. പണ്ട് 100 കിലോമീറ്ററിന് മുകളിൽ പോയതിന് ഇപ്പൊ 50 കിലോമീറ്ററിന് മുകളിൽ പോകും. ബിക്കോസ് ഓൾവേസ് തിങ്ക് ദാറ്റ് there are some people dependent on him. ഈ ഡിപ്പെൻഡൻസി എന്ത് ചെയ്യും, റെസ്പോൺസിബിലിറ്റി ക്രിയേറ്റ് ചെയ്ത് എല്ലാം എന്ത് ചെയ്യും, കൺട്രോൾഡ് ആയിട്ട് മാന്യ മര്യാദയായിട്ട് ജീവിക്കും. ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഫാമിലി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോഴും 90s കിഡ്സ് ഒക്കെ എന്ത് ചെയ്തേനെ, ഇപ്പോൾ അലമ്പ് കളിച്ച് നടന്നേനെ. ഈ തന്തവൈബ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫാമിലി റെസ്പോൺസിബിലിറ്റി നമുക്ക് വരുമ്പോഴാണ്. സോ അറ്റ് പ്രസന്റ് ദ സപ്പോർട്ട് ഓഫ് ഫാമിലി is hidden tax to wage earner. Wages by that labor power for two people. The fact that husband must pay for the reproduction, upkeeping the future labor force as a strong discipline on his behavior and work. So he cannot easily withdraw his labor with a wife and children to support. This responsibility weaken his bargaining power and commit him to the wage. അപ്പൊ എന്ത് ചെയ്യില്ല, ഇവനെ ഒരു അടി ഉണ്ടാക്കാതെ സുഖം, കാരണം കുട്ടികളെ നോക്കണം, ഇതൊക്കെ ഇവന്റെ ചെലവാ. അപ്പൊ ഇതൊക്കെ ഇവനെ റെസ്പോൺസിബിലിറ്റി ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവൻ ഡിസിപ്ലിൻ ആയിട്ട് എന്ത് ചെയ്തോളും, ഫാക്ടറി പോയിട്ട് പണിയെടുത്തോളും. ഇനി ഫ്രാൻ ആൻസ്ലിന്റെ വേറൊരു വ്യൂ പോയിന്റ് ആണ്. ഫ്രാൻ ആൻസ്ലി ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്, ഫാമിലിയിലെ അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന ഫാമിലിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ആര് പറയുന്നത്, ഇന്നലെ നമ്മൾ പഠിച്ചു, പാർസൺ, താൽക്കോട്ട് പാർസൺ പറഞ്ഞത് 2 ഫംഗ്ഷൻ ആണ് മോഡേൺ സൊസൈറ്റിയിലുള്ള. ഒന്നെന്താണ് പ്രൈമറി സോഷ്യലൈസേഷനും, 2 അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷനും. ഇതിനകത്ത് അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷനെ എന്ത് ചെയ്യുന്ന ഫ്രാൻസ് ആൻസ്ലെ എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് ആണ് കേട്ടോ. മാർക്സിസ്റ്റ് ചിന്താഗതിയുള്ള ഫെമിനിസ്റ്റ് സ്കോളറാണ്. സോ ബേസിക്കലി ഷീ സീസ് ദാറ്റ് ഇമോഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ബൈ വൈഫ് ആസ് എ സേഫ്റ്റി വാൽവ് ഓഫ് ദ ഫ്രസ്ട്രേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ഇൻഡസ്ട്രീസ്. ഈ വുമൺ കൊടുക്കുന്ന ഇമോഷണൽ സപ്പോർട്ട് എന്താണ്, ആർക്കുള്ള സേഫ്റ്റി വാൽവ് ആണ്? ഇൻഡസ്ട്രിയലിസ്റ്റുകൾക്കുള്ള സേഫ്റ്റി വാൽവ് ആണ്. ബിക്കോസ് ദേ ആർ പ്രഷറൈസിങ് ദിസ് പേഴ്സൺ. ഇവന് ജോലി എടുത്ത് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തതിൽ ചീത്ത വിളിക്കുന്നു. ഈ ചീത്തയും ദേഷ്യമൊക്കെ എവിടെയാണ് തീരുന്നത്? ഫാമിലിയിലാണ് നിന്നത്. ഇവിടെ ഫാമിലിയിൽ തീരുന്നതുകൊണ്ട് ഫാമിലി ആക്ട് ആസ് എ സേഫ്റ്റി വാൽവ്. ഈ ഫാമിലി ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഇവൻ ഫാക്ടറി പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. സോ ഈ ഫാമിലി ആരെയാണ് ആക്ച്വലി അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്? ഇൻഡസ്ട്രിയൽ ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു, ബീയിങ് ആസ് എ സേഫ്റ്റി വാൽവ് ഓഫ് പ്രഷർ ജനറേറ്റഡ് എന്ന്. അല്ലെങ്കിൽ എന്താണ് ഈ പ്രഷർ, ഫാമിലി ഈ സൊസൈറ്റി ഉണ്ടാക്കിയ പ്രഷർ എന്ത് ചെയ്യുന്നു, ഈ ഫ്രസ്ട്രേഷൻ ഫിസിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് ഈ ഫാമിലി എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് വേ ക്യാപിറ്റൽ സിസ്റ്റം ഈസ് നെവർ ത്രട്ടൻഡ്. എന്താണ് കാര്യം, എന്ത് പ്രശ്നം, എന്ത് ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എവിടെ വന്ന് നിർത്തോളും? അത് ഫാമിലി വന്ന് നിർത്തോളും. ഓട്ടോമാറ്റിക്കലി ഫാമിലി നിന്ന് പോകുന്നുള്ളതാണ്. സോ ദീസ് ആർ ദ ഫെമിനിസ്റ്റ് ആൻഡ് മാർക്സിസ്റ്റ് തിയറി. കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ് അണ്ടറിൽ വരുന്നതാണ് മാർക്സിസ്റ്റ് ആൻഡ് ഫെമിനിസ്റ്റ് അല്ലെ. ആൻ ഓക്ലെ പറഞ്ഞു നമ്മൾ, അതുപോലെ തന്നെ മാർഗരറ്റ് ബെൻസോ പറഞ്ഞു, പിന്നെ ഫ്രാൻ ആൻസ്ലിയും പറഞ്ഞു. സോ 3 സ്കോളേഴ്സ് ആണ് ഫെമിനിസ്റ്റില് നമ്മൾ ഓർത്തു വെക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ്, ദീസ് ആർ ദ, ഇത്രയും നമ്മൾ നോക്കി എന്താണ്, തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് ഫാമിലീസ് ആണ്. നമ്മൾ ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് നോക്കി, മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് നോക്കി, ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് നോക്കി. നിങ്ങൾക്ക് പോസ്റ്റ് മോഡേൺ വ്യൂ നോക്കാനുണ്ട്. ഓക്കെ, അതിൽ ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവിലും അതല്ലെങ്കിൽ നമുക്ക് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിലൊക്കെ ഫാമിലി എങ്ങനെയാണെന്ന് അവർ പറയുന്നത്, മോഡേൺ സൊസൈറ്റിയിൽ എന്താണ് ഫാമിലി, ന്യൂക്ലിയർ ആണ് ഫാമിലി അല്ലേ. മറ്റേ പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലോ ജോയിന്റ് ആണ്. സോ ഇവരൊക്കെ പറയുന്നത് ക്ലാസിക് അല്ലെങ്കിൽ ട്രഡീഷണൽ സൊസൈറ്റിയിൽ ഫാമിലി എന്തായിരുന്നു, എക്സ്റ്റെൻഡഡ് ആയിരുന്നു. പക്ഷേ മോഡേൺ സൊസൈറ്റി എത്തിയപ്പോൾ ഫാമിലി എന്തായി, ന്യൂക്ലിയർ ആയി. ആ ന്യൂക്ലിയർ ഫാമിലി ഫംഗ്ഷണൽ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇനി നമുക്ക് എന്തുകൂടി നോക്കാണ്ട് പോസ്റ്റ് മോഡേൺ വ്യൂ പോയിന്റിൽ, അത് ആഫ്റ്റർ 1980s ശേഷം ഫാമിലി എങ്ങനെ മാറി. ഇപ്പോഴത്തെ ഒരു പോസ്റ്റ് മോഡേണിറ്റി എന്ന് പറഞ്ഞ ടൈം ഏതാണ്, ബേസിക്കലി നമ്മുടെ യൂറോപ്യൻ റിനൈസൻസ്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ആ സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിക്കും മോഡേണിറ്റി എന്ന് വിളിക്കുന്നത്, മോഡേൺ പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെ പീരീഡ് എന്താണ്, പോസ്റ്റ് മോഡേൺ പീരീഡ് ആണ്. സോ പോസ്റ്റ് മോഡേൺ പീരീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫാമിലി വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ട്. ഫാമിലിക്ക് എങ്ങനെയല്ല ഇങ്ങനെ ഒരു വൺ അച്ചാണെന്ന് പറയാൻ പറ്റില്ല. ഫാമിലി എന്തുണ്ട്, ഡിഫറെന്റ് ഫോമിലേക്ക് ഫാമിലി എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് ഒറ്റ സാധനമാണ് ഫാമിലി എന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല കേട്ടോ. സോ അതിനു മുന്നേ നമ്മളിപ്പോ ഇവല്യൂഷൻ നമ്മൾ ഓൾറെഡി നോക്കിയില്ലേ,
നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു താൽക്കോട്ട് പാർസന്റെ ഇവല്യൂഷണറി തിയറി അല്ലെ. എങ്ങനെയായിരുന്നു ഫാമിലി? ആദ്യം എന്താണ് അഗ്രികൾച്ചർ സൊസൈറ്റിയിൽ ഫാമിലി എന്ന് പറയുന്നത് ലേബറിന്റെ റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. സോ മോസ്റ്റ് ഫങ്ഷണൽ എന്തായിരുന്നു? എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിരുന്നു. സോ എക്സ്റ്റെൻഡഡ് ഫാമിലി ആകുമ്പോൾ മോർ ലേബേഴ്സ് അറ്റ് ദി ഫീൽഡ്. പക്ഷേ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിന് ഏറ്റവും ഫങ്ഷണൽ എന്ന് പറയുന്നത് ഏതാണ്? ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി. ബിക്കോസ് വൈ ദേ ആർ ഐസൊലേറ്റഡ്? ദേ ആർ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ഫ്രം ദി ജോയിന്റ് ഫാമിലി ഓർ എക്സ്റ്റെൻഡഡ് ഫാമിലി ഇൻ ദി റൂറൽ ഏരിയ. ഓൾസോ എന്താണ് അവരെന്താണ്? അവർ ഇമോഷണലി എല്ലാ സാധനത്തിലും എന്താണ്? അവർ ഐസൊലേറ്റഡ് ആണ്. അപ്പൊ ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി ചെറിയ ഫാമിലിയാണ്. ദേ ആർ വെരി മച്ച് ഫങ്ഷണൽ ടു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ബിക്കോസ് ദേ ആർ ഹൈലി ജോഗ്രഫിക്കലി മൊബൈൽ. അതുപോലെ തന്നെ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് റെഡി ഫാമിലിയാണ്. ആൻഡ് ലേബർ കമ്മിറ്റ്മെന്റ് കൂടുതൽ ആർക്കാണ്? ന്യൂക്ലിയർ ഫാമിലിക്കാണ്. ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് പോസ്റ്റ് പാറ്റേൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ പോസ്റ്റ് മോഡേൺ ഫാമിലി സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്തേക്ക് പോസ്റ്റ് മോഡേണിസ്റ്റ് പറഞ്ഞു, ഇവരൊക്കെ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ട്രഡീഷണൽ സൊസൈറ്റിയിൽ ഫാമിലി എങ്ങനെയായിരുന്നു? എക്സ്റ്റെൻഡഡ് ഫാമിലീസ് അല്ലേ? ഇത് മോഡേൺ സൊസൈറ്റി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ എന്തായി? ന്യൂക്ലിയർ ഫാമിലി അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി ഒക്കെ ആയി അല്ലേ? പക്ഷെ പോസ്റ്റ് മോഡേണിസ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് മോഡേൺ സൊസൈറ്റിയിൽ ഫാമിലി എന്ന് പറയുന്നത് എന്തായി? ഫാമിലി ഈസ് നോട്ട് ജസ്റ്റ് വൺ ഫോം അല്ല. ഫാമിലിക്ക് എന്തുണ്ട്? ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. ഒരുപാട് ടൈപ്പ് ഓഫ് ഫാമിലീസ് എന്ത് ചെയ്തു? എമർജ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. സോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫാമിലി ഇൻ ദ പോസ്റ്റ് മോഡേൺ സൊസൈറ്റിയിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫാമിലീസ് അല്ലെങ്കിൽ ചേഞ്ചിങ് ഫോം ഓഫ് ഫാമിലീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഫാമിലിയാണ് ബീൻ പോൾ ഫാമിലി. ബീൻ പോൾ ഫാമിലി എന്താണ്? ബീൻ പോൾ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീൻ പോൾ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡേൺ സൊസൈറ്റിയിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഡെവലപ്പ് ആയ ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഹെൽത്ത് സെക്ടർ ഭയങ്കര അടിപൊളിയായിട്ട് ഡെവലപ്പ് ആയി അല്ലെ? ഹെൽത്ത് സെക്ടർ ഭയങ്കര ഡെവലപ്പ് ആയി കഴിഞ്ഞ സമയത്ത് ആളുകളുടെ ലൈഫ് ഏജ് എന്തായി? കൂടി. ആളുകൾ കൂടുതൽ കാലം ജീവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി സിസ്റ്റം കുറച്ചുകൂടി എന്ത് ചെയ്യാൻ തുടങ്ങി? ടോൾ ഇൻ ഹൈറ്റ് ബട്ട് ഷോർട്ട് ഇൻ വിഡ്ത്ത് പോലെയുള്ള ഫാമിലി. ഒരു ഫാമിലി തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഫാമിലി അപ്പൂപ്പൻ ജീവിച്ചിരിപ്പുണ്ടാവും, അല്ലെങ്കിൽ അമ്മൂമ്മ ജീവിച്ചിരിപ്പുണ്ടാവും, ഒരാൾ എന്തായാലും ജീവിച്ചിരിപ്പുണ്ടാവും. ഓക്കെ, രണ്ടാൾ എന്ത് ഉണ്ടാവില്ല? രണ്ടാൾ മരിച്ചു പോയിട്ടുണ്ടാവില്ല, ഒരാളുണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും? അച്ഛനുണ്ടാവും. നിങ്ങളുടെ അച്ഛനുണ്ടാവും, അച്ഛന്റെ അമ്മ നിങ്ങളുടെ അമ്മ ഉണ്ടാവും. ബേസിക്കലി അത് കഴിഞ്ഞാൽ നിങ്ങൾ മക്കളും ഉണ്ടാവും. സോ ബേസിക്കലി ഇവിടെ എന്താ സംഭവിക്കുന്നത്? വിഡ്ത്ത് ഭയങ്കര കുറവാണ്. അതായത് ഇങ്ങനെ പോകുന്നില്ല. പക്ഷെ എന്താണ്? ഹൈറ്റ് ഭയങ്കര കൂടുതലാണ്. ചിലപ്പം നിങ്ങൾ ഗ്രാൻഡ് ഫാദർ കൂടി എന്തുണ്ടാവും? ചിലപ്പം ഇതിന്റെ നിങ്ങളെ വീട്ടിൽ താമസിക്കുന്നുണ്ടാവും. ഗ്രാൻഡ് ഫാദർ ഉണ്ടാവും, ഗ്രാൻഡ് ഫാദർ ഉണ്ടാവും, നിങ്ങളുടെ ഫാദർ ഉണ്ടാവും, നിങ്ങളും മക്കളുണ്ടാവും. സോ ഇവർക്ക് എന്തുണ്ടാവും? ഇവരെ പാർട്ണർ എന്ത് ചെയ്തിട്ടുണ്ടാവും? മരിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ ഇവരിപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവും? ജീവിച്ചിരിക്കുന്നുണ്ടാവും. സോ ഓട്ടോമാറ്റിക്കലി ഇവരെന്താണ്? ബീൻ പോൾ ഫാമിലീസിലേക്ക് എന്താണ്? ഇവരുടെ ഹൈറ്റ് ഓഫ് ഫാമിലി സ്ട്രക്ചർ എന്തായിരിക്കും? ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷെ എന്താ? ടോൾ ഇൻ ഹൈറ്റ് ആയിരിക്കും. വിഡ്ത്ത് എന്തായിരിക്കും? ഭയങ്കര നാരോ ആയിരിക്കും, ഷോർട്ട് വിഡ്ത്ത് ആയിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പണ്ട് എങ്ങനെയായിരുന്നു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികകാല ആളുകൾ ജീവിക്കില്ല. അപ്പൊ ഹൈറ്റ് എന്തായിരിക്കും? നാരോ ആയിരിക്കും. ഹൈറ്റ് ഉണ്ടാവില്ല, ഷോർട്ട് ഹൈറ്റ് ആയിരിക്കും. പക്ഷെ വിഡ്ത്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ ഇവിടെ ബേസിക്കലി അങ്കിള് ആന്റി ഇങ്ങനെ എന്ത് ചെയ്യുന്നു? കൂടുതൽ ആളുകൾ ഒരു ഫാമിലി തന്നെ താമസിക്കുന്നുണ്ടാവും. സോ ബീൻ പോൾ ഫാമിലി ഈസ് എ കൈൻഡ് ഓഫ് ഫാമിലി എമർജ്ഡ് ബിക്കോസ് ഓഫ് ഇംപ്രൂവ്ഡ് ഹെൽത്ത് റിലേറ്റഡ് ടെക്നോളജി സംഭവിച്ച സമയത്ത് എന്ത് ചെയ്തു? ആളുകൾ കൂടുതൽ കാലം ജീവിക്കാൻ തുടങ്ങി. അപ്പൊ അപ്പൂപ്പൻ അമ്മൂമ്മമാരൊക്കെ ഇപ്പോഴും ജീവിതത്തിൽ വീട്ടിൽ തന്നെ താമസിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക? ബീൻ പോൾ ഫാമിലി എന്ന് പറയുക. ഹാവിംഗ് ഡിഫറെന്റ് ജനറേഷൻ എക്സിസ്റ്റിംഗ് ഇൻ വൺ ഫാമിലി എന്നുള്ളതാണ് ബീൻ പോൾ ഫാമിലി കേട്ടോ. രണ്ടാമത്തെ ഫാമിലി എന്ന് പറഞ്ഞാൽ ബ്ലെൻഡഡ് ഫാമിലി. ബ്ലഡഡ് ഫാമിലി അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫാമിലി എന്ന് പറയും. ബേസിക്കലി ഇപ്പൊ മോഡേൺ സൊസൈറ്റിയിൽ നിങ്ങൾ ഒരാൾ കല്യാണം കഴിച്ചു ഒരു 6-7 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ത് ചെയ്തു? അല്ല 1 വർഷം 2 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു? ആ കല്യാണത്തിൽ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ കല്യാണം എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഇത് വർക്ക് ആവാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ ഡിവോഴ്സായി. അങ്ങനെ ഡിവോഴ്സ് ആയവരുടെ എണ്ണം ഇപ്പൊ മൊത്തത്തിൽ എന്താണ്? കൂടുതലാണ്. കാരണം എല്ലാവർക്കും മനസ്സിലാണെങ്കിൽ ഈ പരിപാടി എന്തല്ല, എല്ലാവർക്കും പറ്റിയ പരിപാടി അല്ല, ഇത് വർക്ക് ആവുന്നില്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാം? ഇറങ്ങാന്നുള്ളതാണെന്നുള്ളത് മനസ്സിലായി. അപ്പം കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഡിവോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്തു? നിങ്ങളും ഡിവോഴ്സ് ആണ്, നിങ്ങൾക്ക് ഒരു കുട്ടിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് സിംഗിൾ ആണ്, ഡിവോഴ്സ് ആണെന്ന് വിചാരിക്കാം. സിംഗിൾ മീൻസ് ഡിവോഴ്സ് ആണ്. അപ്പൊ എന്ത് ചെയ്തു? ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വർക്കിന് പോകുമ്പോൾ നിങ്ങൾ വർക്കിൽ കോവർക്കർ ഉണ്ടാവും, അവിടെ ഒരു ഡിവോഴ്സ് അല്ലേ? ഒരേ തൂവൽ പക്ഷം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രശ്നങ്ങൾ പറയാനുണ്ടാവും. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ച് പറഞ്ഞു വന്നപ്പം നിങ്ങളുടെ പ്രോബ്ലം കൊണ്ടല്ല നിങ്ങൾ എന്ത് ചെയ്ത് ഡിവോഴ്സ് ആയത്, എല്ലാം പാർട്ണറുടെ പ്രോബ്ലം ആയിരുന്നു.
കാരണം നിങ്ങളൊന്നും നല്ലവരാണല്ലോ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവര് ചോദിച്ചു എന്നാ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, കല്യാണം കഴിക്കാം. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടുപേരും ഓൾറെഡി വേറെ മാരീഡ് ആയിരിക്കും. ഇവരെന്ത് ചെയ്യുന്നു, ഓൾറെഡി വേറൊരു ഫാമിലിയുടെ പാർട്ടായിരുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു, അത് മാറ്റി വേറൊരു ഫാമിലി ആക്കുന്നു. ഇവിടെ മോസ്റ്റ്ലി പഴയ ഫാമിലി, പഴയ റിലേഷൻഷിപ്പിലെ ഒരു കുട്ടിയൂടി ചിലപ്പോൾ ഇവരോട് എന്തുണ്ടാവും, ഉണ്ടാവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കും. സ്റ്റെപ്പ് ഫാദർ സ്റ്റെപ്പ് മദർ ഒരാളായിട്ടായിരിക്കും നിങ്ങൾ ഇതിനകത്തേക്ക് പോവുക. മോസ്റ്റ്ലി ആരോടെയായിരിക്കും കുട്ടി ഉണ്ടാവുക, വുമന്റെ കൂടിയായിരിക്കും. ബിക്കോസ് ജുഡീഷ്യൽ സിസ്റ്റം ഈസ് മോർ എന്താ പറയാ, മോർ ഫേവറിങ് ടു വുമൺ. സോ ഓട്ടോമാറ്റിക്കലി ചൈൽഡ് എന്തായിരിക്കും കൂടുതൽ വുമന്റെ കൂടി ആയിരിക്കും ഉണ്ടാവും. അപ്പൊ വുമന്റെ കയ്യിലായിരിക്കും കുട്ടി ഉണ്ടാവും. അപ്പൊ അമ്മയും ഉണ്ടാവും, നിങ്ങൾ എന്തായിരിക്കും, സ്റ്റെപ്പ് ഫാദറും ആയിരിക്കും. സോ ഇങ്ങനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പുതിയ മോഡേൺ ഫാമിലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബ്ലെൻഡഡ് ഫാമിലീസ് എന്ന് വിളിക്കുക. സോ റീകോൺസ്റ്റിറ്റ്യൂട്ട് ഫാമിലി ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഫാമിലി വേർ അറ്റ്ലീസ്റ്റ് one of the two partners has a child with them from the previous relations. In majority cases members of family are biological mother, children and a stepfather ആയിരിക്കും. ഇത് ആരും ആവാം. ചിലപ്പോൾ അച്ഛൻ്റെ കയ്യിലും എന്തുണ്ടാവും, ഒരു മോളോ മോനോ ഉണ്ടാവും, ചില അമ്മേന്റെ കയ്യിലും ഉണ്ടാവും. പക്ഷെ മോസ്റ്റ്ലി അമ്മേന്റെ കൂടെ ആയിരിക്കും എന്തുണ്ടാവുക, ഈ സ്ത്രീന്റെ കൂടെ ആയിരിക്കും കുട്ടി ഉണ്ടാവുക. നിങ്ങൾ സ്റ്റെപ്പ് ഫാദർ ആയിരിക്കും. ചില സ്ഥലങ്ങളിൽ ഈവൻ അച്ഛന്റെ കൂടെ എന്ത് ചെയ്യാം, കുട്ടികൾ ഉണ്ടാവാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഫാമിലീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബ്ലെൻഡഡ് ഫാമിലീസ്. ഇപ്പൊ ബ്ലെൻഡഡ് ഫാമിലീസിന്റെ ട്രെൻഡ് കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ കാണാൻ പറ്റുന്നത്. ഇനി അതേപോലെ തന്നെ വേറൊരു ഫാമിലി എന്ന് പറയുന്നതാണ് എംപ്റ്റി നെസ്റ്റ് ഫാമിലി. ഈ എംപ്റ്റി നെസ്റ്റ് ഫാമിലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം തലേദിവസം അന്ന് രാത്രി വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ വീട്ടുകാരെന്താ നിങ്ങളോട് പറയാം, ഇവിടെ ആരുമില്ല, മൊത്തത്തിലൊന്നും ഉറങ്ങി, ഒരു ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ല എന്നൊക്കെ പറയാറില്ലേ. കാരണം നിങ്ങൾ എന്ന് പറയുന്ന ശല്യം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എംപ്റ്റി നെസ്റ്റ് ഫാമിലി എന്ന് പറയുന്നത് എന്താണ്, ബേസിക്കലി എംപ്റ്റി നെസ്റ്റ് പോലെ തന്നെയാണ്. എന്ത് ചെയ്യുന്നു, മക്കള് ഒരു പ്രായം കഴിയുമ്പം ബിക്കോസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഓർ എംപ്ലോയ്മെന്റ് ദേ ആർ സ്റ്റേയിങ് അവേ ഫ്രം ദി ഫാമിലി. സോ അങ്ങനത്തെ വീടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എംപ്റ്റി നെസ്റ്റ് ഫാമിലി എന്ന് വിളിക്കുക. അവിടെ അച്ഛനും അമ്മയും മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, പഠിക്കാൻ പോയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെയൊക്കെ മിക്കവരുടെയും വീടുകൾ ചിലപ്പോൾ എംപ്റ്റി നെസ്റ്റഡ് ഫാമിലീസ് ആയിരിക്കും. നിങ്ങളുടെ ഇപ്പൊ ചേട്ടനും അനിയനും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അനിയൻ എന്തായിരിക്കും വേറെ സ്ഥലത്തായിരിക്കും പഠിക്കുന്നത്. അപ്പൊ വീട്ടിലാരും എന്തായാലും അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇങ്ങനെ ഒരു പ്രായം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, അവരുടെ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു, വേറെ പഠിക്കാനോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എംപ്റ്റി നെസ്റ്റ് ഫാമിലി എന്ന് വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് സിമെട്രിക്കൽ ഫാമിലി. ബേസിക്കലി സിമെട്രിക്കൽ ഫാമിലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, അസിമെട്രിക്കൽ ഫാമിലി. സോ എന്താണ് അസിമെട്രിക്കൽ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പാർസന്റെ ഐഡിയ ഇല്ലേ, പാർസൺ എന്താ പറഞ്ഞത്, ഫാമിലിയിൽ 2 റോളാണ് ഉള്ളത്. എന്തൊക്കെയാ, ഇൻസ്ട്രുമെന്റൽ പിന്നെ അഫക്റ്റീവ് റോള്. അപ്പൊ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്, ഈ ബ്രെഡ് വിന്നറിന്റെ റോൾ ചെയ്യുന്ന ആരാണ്, മെയില്. അഫക്റ്റീവ് റോൾ ചെയ്യുന്ന ആരാണ്, ഫീമെയിൽ ആണ്, അല്ലെങ്കിൽ വൈഫാണ് എന്ത് ചെയ്യുന്നത്, അഫക്റ്റീവ് റോൾ ചെയ്യുന്നത്. സോ ഇവിടെ റോൾ എന്താണ്, ഈക്വൽ ആണോ, ആർക്കാണ് ഡൊമിനൻസ്, മെയിലിന്. സോ ദിസ് ഇസ് എ അസിമെട്രിക്കൽ ഫാമിലി. മെയിൽ ഹാസ് എ അപ്പർ ഹാൻഡ് ആൻഡ് ഫീമെയിൽ ഹാസ് എ ലോവർ ഹാൻഡ്. സോ മെയിലിനാണ് കൂടുതൽ പവർഫുൾ ആയിട്ട് വരുന്ന ഫാമിലിനെയാണ് നമ്മൾ അസിമെട്രിക്കൽ ഫാമിലി എന്ന് പറയുന്നത്. ഈ മോഡേൺ സൊസൈറ്റിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസിമെട്രിക്കൽ ഫാമിലീസ് ഭയങ്കര കുറവായിരിക്കും. കൂടുതൽ എന്തായിരിക്കും, സിമെട്രിക്കൽ ഫാമിലീസ് ആയിരിക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ആർ ടേക്കിംഗ് കെയർ ഓഫ് ബോത്ത് ഇൻസ്ട്രുമെന്റൽ ആസ് വെൽ ആസ് ദി അഫക്റ്റീവ് ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ IT വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. അപ്പൊ ഒരാൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും, ഒരാൾക്ക് ഡേ ഷിഫ്റ്റ് ആയിരിക്കും. അപ്പൊ പ്രശ്നങ്ങൾ കുറയുകയും ചെയ്യും. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഒരുത്തൻ രാവിലെ വരുമ്പോഴേക്കും മറ്റാൾ എന്ത് ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. മറ്റാൾ വരുമ്പോഴേക്കും മറ്റാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിന്നർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇപ്പൊ സ്കൂളിൽ പോകുന്ന ഒരാൾ സ്കൂളിൽ കൊണ്ടുവിടുകയാണെങ്കിൽ മറ്റാളായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരിക. ഒരാൾ കുക്ക് ചെയ്യണം, മറ്റാൾ എന്ത് ചെയ്യണം, പാത്രം കഴുകണം. സോ ഓട്ടോമാറ്റിക്കലി വർക്ക് ഈസ് ഡിവൈഡഡ് ബേസ്ഡ് ഓൺ എന്താണ് അവരുടെ ടൈം കൺസെപ്റ്റ് അനുസരിച്ച് ആർക്കും എന്തെങ്കിലും ഈക്വൽ ഇതില്ല. രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്ട്രുമെന്റൽ ഫംഗ്ഷനും ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട്, രണ്ടുപേരും അഫക്റ്റീവ് ഫംഗ്ഷനും എന്ത് ചെയ്യുന്നുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി ദിസ് കൈൻഡ് ഓഫ് ഫാമിലീസ് ആർ കോൾഡ് ആസ് സിമെട്രിക്കൽ ഫാമിലി. ഈ സിമെട്രിക്കൽ ഫാമിലിയിൽ വുമൺ എന്ത് ചെയ്യണം, കുറച്ചുകൂടി പണ്ടത്തെക്കാട്ടും ഈക്വൽ പവർ ആയതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ, ഇമോഷണൽ കെയറിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കുറച്ചുകൂടി ആളുകൾ ഏറ്റെടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. അപ്പം കുറച്ചുകൂടി എന്താണ്, ഇവരുടെ ഇമോഷൻസും, സ്ത്രീകളാണെങ്കിൽ അവരുടെ ഇമോഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് കാണിച്ച് തുടങ്ങുന്ന ഒരു ഫാമിലി എന്ന് പറയുന്നതാണ് സിമെട്രിക്കൽ ഫാമിലീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സിമെട്രിക്കൽ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ both the partners are taking instrumental as well as affective roles in the family. Okay, that is symmetrical family. Next is boomerang family. Boomerang family എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേർ എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ ഇറങ്ങിപ്പോയില്ലേ, ഈ തിങ്ങൾ തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇത് കറങ്ങി തിരിഞ്ഞ് എന്ത് എവിടെ രക്ഷപ്പെടാതെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു വരും.
പല രീതിയിലാണ്. ഇങ്ങനെയുള്ള ഫാമിലീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബൂംറാങ് ഫാമിലീസ് എന്ന് വിളിക്കുക. എന്തുകൊണ്ടാണ് ഇവര് ബൂംറാങ് ഫാമിലി, ഇവർ എന്തുകൊണ്ടാണ് തിരിച്ചു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇവർക്ക് പല റീസൺസും ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യം കുറച്ച് സിറ്റിയിൽ ഇതിലേക്ക് ഇറങ്ങി നടക്കും. പക്ഷെ അവിടെ ഫ്ലാറ്റിനൊക്കെ ഭയങ്കര റെന്റ് കൂടുതലായിരിക്കും. അപ്പം ഇറ്റ് ഈസ് നോട്ട് അഫോർഡബിൾ ഫോർ വിത്തിൻ ദെയർ സാലറി എന്തായിരിക്കില്ല, അഫോർഡബിൾ ആയിരിക്കില്ല അവരുടെ ലൈഫ് സ്റ്റൈൽ അവിടെ നിന്ന്. ബെറ്റർ എന്താണ്, വർക്ക് ഫ്രം ഹോം എടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ തന്നെ താമസിച്ച് അവർ വർക്ക് ചെയ്യാൻ തുടങ്ങും. സോ അതൊരു റീസൺ ആവാം. ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലും തിരിച്ചു വരുന്നത്, അതും ഒരു പഠനത്തിന് ശേഷം എന്ത് ചെയ്യുന്നു, ദേ ആർ കമ്മിങ് ബാക്ക്. സോ അങ്ങനെയുള്ള ഫാമിലീസിന് ദേ ആർ നോട്ട് ഏബിൾ ടു അഫോർഡ് ദി ലിവിങ്സ് ഓഫ് അർബൻ സെന്റേഴ്സ്. അങ്ങനെയുള്ള സമയത്ത് ദേ വിൽ കം ബാക്ക്. ഓക്കെ, ഈ പഴയ വീട്ടിൽ തന്നെ വന്നിട്ട് അവർ അവിടെ തന്നെ ചെയ്ത്, ചില ആളുകൾ ലൈറ്റ് ഒക്കെ വിട്ടിട്ട് പിന്നെ കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടി വീട്ടിൽ വരില്ലേ. സോ ദേ ആർ കൈൻഡ് ഓഫ് കമ്മിങ് ബാക്ക് ടു ദെയർ ഓൺ ഒറിജിനൽ ഫാമിലിയിലേക്ക് തിരിച്ചു വരുന്നതാണ് നമ്മൾ എന്താ പറയുക, ബൂംറാങ് ഫാമിലി എന്ന് പറയുന്നത്. ഇതിന് വേറെ ടൈപ്പ് ഓഫ് ഫാമിലി ഉണ്ട്, ഹെലികോപ്റ്റർ ഫാമിലി എന്ന് പറയും. ഹെലികോപ്റ്റർ ഫാമിലി എന്താ? ഹെലികോപ്റ്റർ ഉള്ള ഫാമിലി. ഹെലികോപ്റ്റർ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദേ ആർ ലൈക്ക് ഹെലികോപ്റ്റർ. ഈ ഒരു ടോക്സിക് പാരന്റിങ് ഫാമിലിയാണ് ഇവര്. ഇവരെ കുട്ടികളെ എന്ത് ചെയ്യും, എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ദേ ആർ ലൈക്ക് ഹെലികോപ്റ്റർ എന്നാണ് മേലെ നിന്ന് താഴ്ത്തു വെക്കാൻ നമ്മൾ കാണില്ലേ, അതേപോലെ തന്നെ ഹെലികോപ്റ്റർ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക്കലി ദേ ആർ മോണിറ്ററിങ് ദെയർ ചിൽഡ്രൻ ഓൾ ദ ടൈംസ്. ഓക്കെ, അത് വെച്ച് ഇപ്പൊ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാലും അവരുടെ ഓരോ കാര്യത്തിൽ ഇവരെന്ത് ചെയ്യും, ഇവർ അഭിപ്രായം പറയും. എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, അവരെവിടെയാ പഠിക്കുന്നത്, എന്താ ചെയ്യുന്നത്, ആരോടെയാ പോകുന്നത്, കൂട്ടുകാരൊക്കെയാണ്, അതൊക്കെ ആരൊക്കെയാണ്, നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു, എല്ലാത്തിനെ പറ്റി ആർക്കറിയണം. They are basically helicopter family and they don't take, children cannot take independent decisions എന്നുള്ളതാണ് ആര് വിചാരിക്കുന്നത്, ഹെലികോപ്റ്റർ പാരന്റ്സ് വിചാരിക്കുന്നത്. അവർക്ക് ഇൻഡിപെൻഡന്റ് ഡിസിഷൻ എടുക്കാൻ കഴിയില്ല. നിങ്ങളെ കല്യാണം, നിങ്ങൾ ആരെ കഴിക്കണം എന്ന് ആർക്കാണ് ഏറ്റവും നല്ലോണം അറിയാൻ പറ്റുക? നാട്ടുകാരെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് നല്ലൊരു അല്ലെ, നിനക്ക് സമയമാകുമ്പോൾ നിനക്ക് നല്ലൊരു ആലോചന കൊണ്ടുവരാൻ ഏറ്റവും കഴിവുള്ളവർ എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ അച്ഛനും അമ്മയാണ്. കാരണം അവർക്കാണല്ലോ നമ്മളെ പറ്റി എല്ലാം അറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറ്റി ഒട്ടും അറിയാത്ത ആരാണ്? നമ്മളെ അച്ഛനും അമ്മയായിരിക്കും ഒട്ടും അറിയാത്തത്. നമ്മളെ യഥാർത്ഥ സ്വഭാവം ശരിക്കും അറിയാത്തത് അവരായിരിക്കും. ദുഷ്ട സ്വഭാവങ്ങളൊന്നും നിങ്ങൾ വീട്ടുകാരെ മുമ്പിൽ കാണിക്കില്ലല്ലോ. ഓക്കെ, അപ്പം ഇവരെയാണെന്ന് എന്താ പറയുന്നത്, നമ്മൾ ഹെലികോപ്റ്റർ ഫാമിലി എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി മാട്രി ഫോക്കൽ ലോൺ ഫാമിലി, ലോൺ പാരന്റ് അല്ലെങ്കിൽ സിംഗിൾ പാരന്റ് എന്നൊക്കെ വിളിക്കും. മാട്രി ഫോക്കൽ ലോൺ പാരന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബ്ലെൻഡർ ഫാമിലിന് മുമ്പ് ഇവർ ഡിവോഴ്സ് ആയില്ലേ. ഇവര് ഡിവോഴ്സ് ആയി കഴിഞ്ഞപ്പോൾ പല സമയങ്ങളും എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ആണുങ്ങൾ പലപ്പോഴും രണ്ടാമത്തെ മാരേജ് ചെയ്യാറുണ്ട്. ചില പെണ്ണുങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, പൊതുവെ ഒന്ന് അനുഭവിച്ചു, ഇനി എന്തിന്റെ ആവശ്യമില്ല, ഒരു കല്യാണത്തിന്റെ ആവശ്യമില്ല എന്ന് വെച്ചിട്ട് വിത്ത് ദെയർ ചിൽഡ്രൻ ദേ വിൽ ബി ലിവിംഗ് അലോൺ. ദേ കൈൻഡ് ഓഫ് എ സിംഗിൾ പാരന്റ്. ഇപ്പം ഉദാഹരണം സുജാതയിലൊക്കെ ഇവള് മഞ്ജു വാര്യറും മോളും ഒന്നിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്നു. വേറൊരു കല്യാണത്തിനെ പറ്റി ട്രൈ ചെയ്യുന്നില്ല. ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ റിലേഷൻഷിപ്പ് എനിമോർ. സോ ഇവിടെ എന്താണ്, ഒരു അമ്മയും കുട്ടിയും ഒന്നിച്ച് താമസിക്കുന്നു, അവർ മാത്രമേ ഉള്ളൂ. ഇത് ഫാദറും കുട്ടിയും വേണേൽ താമസിക്കാം, പക്ഷെ ഇറ്റ്സ് വെരി റയർ ടു സീ. ഫാദർ പൊതുവെ എന്തായിരിക്കും, ഒറ്റ ആണുങ്ങൾ പൊതുവെ വി ഡോണ്ട് ടേക്ക് റെസ്പോൺസിബിലിറ്റീസ് ബേസിക്കലി അല്ലെ. ആനിമൽ കിങ്ഡം തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മോസ്റ്റ്ലി ആണുങ്ങൾ, മെയിൽ മെമ്പേഴ്സ് എന്ത് ചെയ്യാറില്ല, റെസ്പോൺസിബിലിറ്റീസ് ഒന്നും എടുക്കാറില്ല. ഇപ്പൊ കടുവ ഒറ്റയ്ക്കല്ലേ നടക്കുള്ളൂ, പുലി ഒക്കെ ഒറ്റയ്ക്കല്ലേ നടക്കുള്ളൂ. അവരുടെ കാര്യം. മെയിൽ ആന ഫീമെയിൽ ആണ് ഹേർഡ് ആയിട്ട് നടക്കുന്നത്, മെയിൽ എന്ത് ചെയ്യില്ല, ഹേർഡ് ആയിട്ട് നടക്കില്ല. മെയിൽ കൊമ്പനാന ഒറ്റയ്ക്കേ നടക്കുള്ളൂ, ഫീമെയിൽ എന്ത് ചെയ്യും, കൂട്ടം നടക്കും. ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ചിൽഡ്രനെ നോക്കുക എന്നൊക്കെ ഉള്ളത്? അത് ഫീമെയിലിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതേ സ്വഭാവമാണ് ആണുങ്ങൾക്ക് എന്തെന്ന് പറയുന്നത്. ഇവരെന്തില്ല, ദേ ഡോണ്ട് ടേക്ക് റെസ്പോൺസിബിലിറ്റി. സോ ബേസിക്കലി മോസ്റ്റ്ലി ഫീമെയിൽ ആയിരിക്കും കുട്ടീൻ്റെ കൂടെ ഉണ്ടാവുക. പക്ഷെ എന്തായിരിക്കില്ല, ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാം, പാരന്റും ആയിരിക്കും. സിൻസ് മോസ്റ്റ് ഓഫ് ദം ആർ ഫീമെയിൽ, ഇറ്റ് ഈസ് നോൺ ആസ് മാട്രിഫോക്കൽ ലോൺ പാരന്റ്. It refers to family arrangement where a divorced mother stays with the children from her previous marriage. This is called as a single parent family also. Single parent family എന്ന് പറയുമ്പോൾ എന്തായി, രണ്ടുപേരും ആവാം. പക്ഷെ മോസ്റ്റ് ഓഫ് ദ കേസ് ഇറ്റ് വിൽ ബി വുമൺ ആയിരിക്കും അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. Then next is, you already know, weekend family. എന്താണ് വീക്കെൻഡ് ഫാമിലി? രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് ഡിഫറെന്റ് സ്പേസിലായിരിക്കും. സോ ദേ വിൽ മീറ്റ് ഓൺലി ഡ്യൂറിംഗ് ദി വീക്കെൻഡ്സ്. സോ ആ വീക്കെൻഡിൽ മാത്രം കാണുന്ന ഫാമിലിനെയാണ് എന്ത് പറയുന്നത്, വീക്കെൻഡ് ഫാമിലി എന്ന് പറയുന്നത്. ലിവിംഗ് അപ്പാർട്ട് ടുഗദർ ഫാമിലി മീൻസ് രണ്ടുപേരും എന്ത് ചെയ്യുന്നു, രണ്ട് സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. പക്ഷെ അവർ ദേ ആർ നോട്ട് ലീഗലി ഡിവോഴ്സ്ഡ് ഒന്നുമല്ല. സെപ്പറേറ്റ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ ആയിരിക്കും, പക്ഷെ രണ്ട് നിലകളിലായിരിക്കും, അല്ലെങ്കിൽ രണ്ട് റൂമുകളിലായിരിക്കും അവർ താമസിക്കുന്നത്. അവര് മിണ്ടും വർത്താനം പറയും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് ലൈക്ക് ഫ്രണ്ട്സ് പോലെ എന്തെങ്കിലും അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. മീൻസ് എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടും കാര്യങ്ങൾ നടന്നു. ബട്ട് ദേ ഡു നോട്ട് ഹാവ് ദാറ്റ് റിലേഷൻഷിപ്പ് ലൈക്ക് ഇറ്റ് ദേ യൂസ് ടു ബി ബിഫോർ. അങ്ങനെയുള്ള രീതിയിലൊന്നും റിലേഷൻഷിപ്പ് അവർ ഉണ്ടാവില്ല. സോ സച്ച് കൈൻഡ് ഓഫ് ഫാമിലി ഈസ് നോൺ ആസ് ലിവിംഗ് apart together family. It is when both the parents are not divorced but staying in a different homes.
പോലെയുള്ള ഫാമിലീസിനാണ് ലിവിങ് അപ്പാർട്ട് ടുഗദർ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കൂടി വരുന്നത് ബേസിക്കലി കഴിഞ്ഞ ഇതിന്റെ മുന്നത്തെ ജനറേഷന്റെ, അതായത് അവർക്ക് ഡിവോഴ്സ് ചെയ്യാൻ ഭയങ്കര പേടിയാ. നമ്മുടെ മീൻസ് ജനറേഷനിൽ കൂടുതൽ ആളുകൾ ഡിവോഴ്സ് ചെയ്യാറുണ്ട്, പക്ഷെ മുന്നത്തെ ജനറേഷനിൽ അവർ ഡിവോഴ്സ് ചെയ്യില്ല. സോ ഒരു പ്രായം കഴിഞ്ഞാൽ അവരെന്ത് അടിയും പിടിയൊക്കെ ഉണ്ടാക്കി മിണ്ടാതെ നടക്കുന്നല്ലാതെ ദേ വിൽ ലൈക്ക് ലിവിങ് അപ്പാർട്ട് ടുഗദർ ആയിരിക്കും മോസ്റ്റ്ലി അവർ ചെയ്തത്. നെക്സ്റ്റ് ഈസ് സെയിം സെക്സ് ഓർ ഹോമോസെക്ഷൽ ലെസ്ബിയൻ ഗേ ഫാമിലി. ഓക്കെ, LGBTQ കമ്മ്യൂണിറ്റി വരുന്ന ഏത് ഫാമിലി ആവും? ലെസ്ബിയൻ ഓർ സെയിം സെക്സ് ഫാമിലി, ഹോമോസെക്ഷൽ ഫാമിലി ഓർ ഗേ ഫാമിലി. ഇവിടെ എങ്ങനെയായിരിക്കും ഫാമിലി വരുന്നത്? ഫാമിലി കൺസിസ്റ്റ് ഓഫ് lesbian family or transgender family or who decides to stay together after being denounced by their parents. Basically ഇന്ത്യയിൽ ഇത് എങ്ങനെയാ നടക്കുക? നമ്മൾ പോയി പറയും എനിക്ക് എന്തുണ്ട്, ഒരു ചെക്കനെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറയുന്നു, സെയിം സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുന്നു. അന്നത്തെ ദിവസം തൊട്ടുകൂടി നമ്മളെ വീട്ടിൽ നിന്ന് എന്താക്കുന്നു, പുറത്ത് പോകുന്നു. സോ മജോറിറ്റി കേസസിൽ ഇങ്ങനത്തെ ആളുകൾ പൊതുവെ അപ്പർ ക്ലാസ് അർബൺ ഏരിയയിൽ മാത്രമാണ് ഇത് അക്സെപ്റ്റഡ് ആയിട്ട് കൂടുതൽ കാണുന്നത്. പക്ഷെ റൂറൽ ഏരിയസിലേക്കും ലോവർ ക്ലാസ്സിനിടയിലും ദിസ് കൈൻഡ് ഓഫ് ഫാമിലി ഇസ് നോട്ട് അക്സെപ്റ്റബിൾ. സോ പാരന്റ്സ് എന്ത് ചെയ്യും, ഈ കുട്ടികളെ പടിയറച്ച് പിണ്ണം വെക്കും. സോ ദേ ഡോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് പിന്നെ അവർക്ക് പാരന്റ്സും ഇവരും തമ്മിൽ വലിയ റിലേഷൻഷിപ്പ് ഇല്ല. അവർ ആ കമ്മ്യൂണിറ്റി ആയിട്ടായിരിക്കും പിന്നീട് എന്ത് ചെയ്യുക, കൂടുതൽ റിലേഷൻഷിപ്പും കൂടുതൽ കണക്ട് ചെയ്യുക. ബിക്കോസ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ, ദേ വാണ്ടഡ് പീപ്പിൾ ഹു ആർ നോട്ട് ജഡ്ജിങ് ദെയർ റിലേഷൻഷിപ്പ്. സോ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ടായിരിക്കും അവർ പൊതുവെ അർബൻ സെന്റേഴ്സിലായിരിക്കും കൂടുതൽ താമസിക്കുക. സോ ഇങ്ങനെയുള്ള ഫാമിലീസിനെയാണ് നമ്മൾ സെയിം സെക്ഷൽ ഫാമിലി, ലെസ്ബിയൻ ഫാമിലി അല്ലെങ്കിൽ ഗേ ഫാമിലി എന്നൊക്കെ വിളിക്കുന്നത്. സോ ഈ ഫാമിലിനെ, ഇത് ഫാമിലി വി ചൂസ് എന്ന് പറയുന്ന വേറൊരു ഫാമിലി അല്ല, ഇങ്ങനെയുള്ള ഫാമിലിനെ കാറ്റ് വെസ്റ്റൺ എന്ന് പറയുന്ന തിങ്കർ വിളിക്കുന്ന ഫാമിലി വി ചൂസ് എന്നുള്ളതാണ്. കാരണം ബാക്കി ഒരു ഫാമിലിയിലും കാറ്റ് വെസ്റ്റൺ പറയുന്നത് ബാക്കി ഒരു ഫാമിലിയിലും നിങ്ങൾ ചൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്താണോ ട്രഡീഷണൽ നോംസ് എന്താണോ, നിങ്ങളെ പാരന്റ്സ് എന്താണോ പറയുന്നത്, നിങ്ങൾ വീട്ടുകാർ എന്താണോ പറയുന്നത്, അതാണ് ബേസിക്കലി ചെയ്യുന്നത്. അതല്ലാതെ എന്ത് ചെയ്യുന്നില്ല, ചൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഇന്ത്യയിലൊക്കെ പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ എന്തുണ്ട്, അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. ഈ അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എവിടെയില്ല. ഇഫ് യു ഗോ ടു USA, ഇഫ് യു ഗോ ടു യൂറോപ്പ്, they do not know about arranged marriage. There is only one marriage. But in India there are two kind of marriage, arranged marriage and love marriage. The first marriage they don't love, they just arrange things. Okay, second marriage they will love, but there is no arrangement. Okay, when വേറെ love come arranged marriage പുതിയൊരു ഫാഷൻ അത്. അതായത് ഈവൻ അറേഞ്ച് മാരേജ് ആണെങ്കിലും ദേ ഡോണ്ട് വാണ്ടഡ് ടു സേ ദാറ്റ് ദിസ് ഈസ് ആൻ അറേഞ്ച് മാരേജ്. ദേ വാണ്ടഡ് ടു സേ ദാറ്റ് ആ വീട്ടുകാർ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരുന്നു, ബട്ട് നമ്മളെ സംസാരിച്ച് ഞങ്ങൾ അപ്ലൈക്ക് എന്തായി, സെറ്റായി, പിന്നെ ഞങ്ങൾ അത് അറേഞ്ച്മെന്റ്. ബേസിക്കലി ദിസ് അറേഞ്ച് മാരേജ് ഉള്ളി, ബട്ട് നോബഡി വാണ്ടഡ് ടു ടോക്ക് ലൈക്ക് ദിസ് ഇസ് അറേഞ്ച് മാരേജ്. ദേ ജസ്റ്റ് വാണ്ടഡ് ടു സേ ദാറ്റ് ഓക്കെ വി ഫെൽ ഇൻ ലവ്, ദെൻ തിങ്സ് ആർ ഹാപ്പൻ, ബിക്കോസ് എവരിബഡി ലൈക്സ് ഫെയറി സ്റ്റോറീസ്. അല്ലേ? നിനക്ക് കല്യാണം കഴിക്കണമെന്നോ? വീട്ടില് പറയാം. സോ ഫാമിലി വി ചൂസ് എന്ന് പറയുന്നത് കാറ്റ് വെസ്റ്റൺ പറയുന്നത് ഇൻ ഹർ ബുക്ക് ഡിസ്ക്രൈബ് ദിസ് അറേഞ്ച്മെന്റ് ആസ് ദി ഫാമിലി വി ചൂസ് ബിക്കോസ് ദിസ് ഇസ് ദ ഓൺലി ഫാമിലി വേർ വി ആർ ആക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ ടേക്കിംഗ് ഡിസിഷൻ. ബിക്കോസ് നോർമൽ അല്ലെ, ഹെറ്ററോസെക്ഷൽ ആണ് നോർമൽ ആയിട്ടുള്ള നോം ആയിട്ടുള്ള മാരേജ്, ഹോമോസെക്ഷൽ മാരേജസ് ആർ നോട്ട് നോം. സോ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ യു ആർ കോൺഷ്യസ്ലി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസിഷൻ എടുത്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഇത് പറയുന്നത്. ദെൻ സറോഗേറ്റ് ഫാമിലി. സറോഗേറ്റ് ഫാമിലി എന്താണ് വന്ന്, വാട്ട് ഈസ് സറോഗേറ്റ് ഫാമിലി? ബേസിക്കലി ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ സറോഗേറ്റ് ഫാമിലീസ് ഉണ്ടാവും? കാരണം ചില സമയത്ത് വുമന്റെ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഏജ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ മൈറ്റോകോൺട്രിയയിൽ പ്രോബ്ലം വരിക, 3 പാരന്റ് ബേബി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് ബേസിക്കലി ഇതെന്താണ്, ദിസ് ഇസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് മദർഹുഡ് ഈസ് കൈൻഡ് ഓഫ് എ ഫ്രാഗ്മെന്റഡ്. സോ സറോഗേറ്റ് ഫാമിലി ഈസ് എ ഫ്രാഗ്മെന്റഡ് മദർഹുഡ് ആണ്. മദർഹുഡിന് എന്ത് ചെയ്യും ഇവര്, ഫ്രാഗ്മെന്റ് ചെയ്യും ബേസിക്കലി. ഇപ്പൊ മദറിന്റെ മൈറ്റോകോൺട്രിയയിൽ എന്തുണ്ടാവും, ചെറിയൊരു പ്രോബ്ലം ഉണ്ടാവും അല്ലെ. സോ ഇതെന്തായിരിക്കില്ല, ഹെൽത്തി മൈറ്റോകോൺട്രിയ ആയിരിക്കില്ല. സോ ഇവിടെ എന്ത് ചെയ്യും, ഒരു ഡോണർ ഉണ്ടാവും. ഡോണറിന്റെ മൈറ്റോകോൺട്രിയ ആയിട്ട് എന്ത് ചെയ്യും, ഈ ഹെൽത്തി മൈറ്റോകോൺട്രിയ എന്ത് ചെയ്യും, ഉള്ളതായിട്ട് എടുക്കും. സോ സ്പേം കൊടുക്കാൻ ഫാദറും ഉണ്ടാവും. സോ ബേസിക്കലി ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ മദർ എന്ന് പറയുന്നത്, ഇതിനകത്ത് ബയോളജിക്കൽ മദർ എന്ന് പറയുന്നത് ആരാണ്? ഇതിനകത്ത് മദർ എന്ന് പറയുമ്പോൾ ആരുണ്ട്, രണ്ടുപേരും മദറായി. ഇതും മദറാണ്, ഇതും മദറാണ്. സോ ഇവിടെ ഓട്ടോമാറ്റിക്കലി മദർഹുഡ് എന്ത് ചെയ്തു, ഫ്രാഗ്മെന്റ് ചെയ്തു. ഗർഭം ധരിക്കുക അല്ലെങ്കിൽ പ്രഗ്നൻസി ധരിക്കുക എന്ന് പറയുന്നത് ഈ ഡോണറാണ് ചെയ്യുന്നത്. സോ ബേസിക്കലി എന്ത് ചെയ്യാണ്, ഒരു മറ്റാളുകൾ എന്ത് ചെയ്യുന്നു, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെ 3 പാരന്റ് സിൻഡ്രോം എന്ന് കേട്ടില്ലേ,
ബേസിക്കലി എന്ത് ചെയ്യുന്നു, 3 പാരന്റ്സിലേക്ക് പോകുന്നു. ഇനി ഇതും അല്ലാത്ത വേറെ വരാം. ചില സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലാക്ടേഷന് വേണ്ടിയിട്ട് വേറെ മദർ ഉണ്ടാവാറുണ്ട്, ലാക്ടേറ്റിംഗ് മദർ ഉണ്ടാവാറുണ്ട്. സോ ആ സമയത്ത് ചിലപ്പം സോഷ്യലൈസ്ഡ് ആയ മദർ വേറെ ആയിരിക്കും, ബയോളജിക്കൽ മദർ വേറെ ആയിരിക്കും, ആൻഡ് ലാക്ടേറ്റിംഗ് ചെയ്യുന്ന മദർ വേറെ ആയിരിക്കും. ഇനി ചൈൽഡ്ഹുഡിന്റെ സമയത്ത് ഇവർ വളർത്തിക്കൊണ്ടുവരുന്നത് വീണ്ടും ഈ ആയമാരെന്ന് വിളിക്കുന്ന വേറൊരു മദറും ഉണ്ടാവും. സോ മദറിന്റെ റോൾ എന്ത് ചെയ്യാണ്, ബേസിക്കലി ഫ്രാഗ്മെന്റഡ് ആക്കാണ്. 3 or 4 പീപ്പിളിലേക്ക് അല്ലെങ്കിൽ 2 or 3 4 പീപ്പിളിലേക്ക് എന്ത് ചെയ്യുന്നു, മദർഹുഡ് ബിക്കം ഫ്രാഗ്മെന്റഡ്. സോ സച്ച് കൈൻഡ് ഓഫ് മോഡേൺ ഫാമിലി അല്ലെങ്കിൽ ദേ വിൽ ഫോം എ കൈൻഡ് ഓഫ് എ യൂണിയൻ. ഇവരൊരു ഇത് മൊത്തം കൂടുന്നതാണ് മദർ. ബേസിക്കലി മദർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരാളല്ല, ഇറ്റ്സ് എ യൂണിയൻ ഓഫ് മദേഴ്സ്. 1 2 3 4 മദേഴ്സ് എന്ത് ചെയ്യുന്നു വരുന്നു. ഇങ്ങനെയുള്ള മദേഴ്സിനെയാണ് ബേസിക്കലി നമ്മൾ എന്താ പറയാ, ഈ സറോഗേറ്റഡ് മദേഴ്സ് എന്ന് പറയാം. സോ ഇന്ത്യൻ മദറും കപ്പിളും ഇവരെന്ത് ചെയ്യുന്നു, ഇവര് തീരുമാനിച്ചിട്ട് ഒരു ഡോണറെ കണ്ടെത്തുന്നു. ദേ വിൽ ബി ലൈക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയാ ഫ്രാഗ്മെന്റ് എന്നുള്ളത് കേട്ടോ. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് ഈസ് ഡിങ് ഫാമിലി. ഡിങ് ഫാമിലി ഈസ് ദ ഫാമിലി യു മൈ ബി ലൈക്കിംഗ്. എന്താണ് അല്ലേ, നോ റെസ്പോൺസിബിലിറ്റി, ഡ്യുവൽ ഇൻകം, നോ കിഡ്സ്. ബ്യൂട്ടിഫുൾ. എന്ത് ചെയ്യാ, കല്യാണം കഴിക്കുക, ആദ്യം എങ്ങോട്ട് പോകണം, മൗറീഷ്യസ്. ഓൾ ഇന്ത്യൻസ് ഷുഡ് ഗോ മൗറീഷ്യസ് ആഫ്റ്റർ മാരേജ്. ദാറ്റ് ഈസ് ദി ഹണിമൂൺ ഡെസ്റ്റിനേഷൻ. അല്ലെ, എല്ലാവരും ബോളിവുഡ് മൊത്തം അവിടെ ആയിരുന്നില്ലേ കോവിഡിന്റെ സമയത്ത്? എവരിബഡി വാസ് ദേർ ഇൻ മൗറീഷ്യസ്, ഓൾ ദ ബോളിവുഡ് പീക്സ്. ഇപ്പൊ അപ്പം മാൽദീവ്സാ. പിന്നെന്ത് ചെയ്യുന്നു, ഇപ്പൊ ആരാ തോന്നുന്നത് എവിടെയാ? ഇപ്പൊ എല്ലാരും ബാലിയിലാവുന്നു അല്ലെ. തായ്ലാൻഡ് ഇറ്റ്സ് നോട്ട് ഹണിമൂൺ പ്ലേസ്. ബേസിക്കലി തായ്ലാൻഡ് ഈസ് ഫോർ ബാച്ചിലേഴ്സ്. പീപ്പിൾ ആർ ലൈക്ക് തായ്ലാൻഡിൽ ഇപ്പൊ എല്ലാരും പോകുന്നുണ്ട്. ബേസിക്കലി ഭയങ്കര ചീപ്പാണ് തായ്ലാൻഡ്. സോ ഓൾ ഇന്ത്യൻസ് വിൽ ബി ദർ ഇൻ തായ്ലാൻഡ് ആൻഡ് ഓൾ ദ ബോയ്സ് വിൽ ബി ഔട്ട് ദർ ഇൻ പട്ടായ. പിന്നെ ബാലിയിലാണ് ഹണിമൂൺ ഡെസ്റ്റിനേഷൻ. ബേസിക്കലി ഇപ്പൊ ബാലിയാണ് ഇപ്പോഴത്തെ ഹണിമൂൺ ഡെസ്റ്റിനേഷൻ അല്ലേ. പിന്നെ ആളുകൾ ഫാമിലി ട്രിപ്പാണ്, ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫാമിലി ട്രിപ്പാണ്. ഇപ്പം വിയറ്റ്നാം, എല്ലാവരും വിയറ്റ്നാമിൽ പോകുന്നത്. സോ വെരി ചീപ്പ്. ഒരു 4-5 ആളുകൾക്ക് ഒരു അല്ലെ മൊത്തത്തിൽ ഒരു 2 ലക്ഷം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വിയറ്റ്നാം പോയിട്ട് ലക്ഷറി ആയിട്ട് ജീവിച്ചു ഒരാഴ്ച. സോ ബേസിക്കലി ഡിങ് ഫാമിലി, ഡ്യുവൽ ഇൻകം, നോ കിഡ്സ്. ബേസിക്കലി ഇവർക്ക് എന്ത് താല്പര്യമില്ല. They wanted to build their empire. They will earn money, they will travel, they will enjoy their life. Okay. So in conclusion, there is a diversity of family arrangement and no one type of family is dominant in the postmodern society. ഒരു ന്യൂക്ലിയർ ഫാമിലി ആണോ അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി ആണോ പോസ്റ്റ് മോഡേൺ സൊസൈറ്റിയിൽ ഡൊമിനന്റ് എന്ന് വെച്ചാൽ എന്തല്ല, ഒന്നും ഡൊമിനന്റ് അല്ല. പക്ഷെ എന്താണ്, ഒരു മിക്സ് ഓഫ് ഓൾ ദ ഫാമിലീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഡൊമിനന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. ദിസ് ആണ് പോസ്റ്റ് മോഡേൺ സൊസൈറ്റിയിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫാമിലീസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി പണ്ട് ക്ലാസിക്കൽ എക്സ്റ്റൻഡഡ് ഫാമിലി ആയ സമയത്ത്, പാർട്സ് തന്നെ പറയുന്ന സ്പോൺസർ, ക്ലാസിക്കൽ എക്സ്റ്റൻഡഡ് ഫാമിലി ആയിരുന്ന സമയത്ത്, ദാറ്റ് മീൻസ് എക്സ്റ്റൻഡഡ് ഫാമിലി ആയ സമയത്ത് 2 രീതിയിലായിരുന്നു റെസിഡൻസിന്റെ പാറ്റേണിലും ഇതിനകത്തൊരു പാറ്റേൺ ഉണ്ടായിരുന്നു. അതായത് റെസിഡൻസ് എങ്ങനെയാണ് ആളുകൾ കല്യാണത്തിന് ശേഷം താമസിക്കുക എന്നുള്ളത്. സോ ക്ലാസിക്കൽ എക്സ്റ്റൻഡഡ് ഫാമിലിയിൽ 2 രീതിയിലുള്ള ഫാമിലി സെറ്റിൽമെന്റ് ഉള്ളത്. ഒന്നെങ്കിൽ കല്യാണം കഴിച്ച ആരെ വീട്ടിലേക്ക് പോകും, ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകും. അല്ലെങ്കിൽ കല്യാണം കഴിച്ചത് ആരെ വീട്ടിലേക്ക് പോകും, ഭാര്യന്റെ വീട്ടിലേക്ക് പോകും. ഇപ്പം നോർത്തേൺ കേരളയിലെ മാപ്പിള കമ്മ്യൂണിറ്റിയിലൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാ, ഭർത്താവ് എങ്ങോട്ടാ പോകുന്നത്, ഭാര്യന്റെ വീട്ടിലേക്ക് കെട്ടിച്ചു വിടുന്നത്. പിന്നെ ഭാര്യന്റെ വീടാണ് ഭർത്താവിന്റെ വീട് എന്ന് ബേസിക്കലി പറയുന്നത്. മറ്റേ പൊതുവെ എന്താണ് മജോറിറ്റി കേസസ് ഇൻ ഇന്ത്യയൊക്കെ എന്താണ്, ഭർത്താവിന്റെ വീട്ടിലേക്കാണ് ഭാര്യ വരുന്നത്. സോ ബേസിക്കലി ഫാമിലിന് എന്ത് ചെയ്യാം, പാട്രി ലോക്കൽ റെസിഡൻസ് എന്നും പറയാം, അല്ലെങ്കിൽ മാട്രി ലോക്കൽ റെസിഡൻസ് എന്ന് പറയാം. മാട്രി ലോക്കൽ, ഓക്കെ. അതായത് കല്യാണം കഴിഞ്ഞ ശേഷം ഇവർ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളതാണ്. സോ പാട്രി ലോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റെസിഡൻസ് ആഫ്റ്റർ മാരേജ് എന്ത് ചെയ്യുന്നത്, കപ്പിൾ ലിവ് ഇൻ ദ സെയിം ഫാമിലി ഓർ ലൊക്കാലിറ്റി ആസ് ദി ഹസ്ബൻഡ് ഫാമിലി. ഹസ്ബൻഡിന്റെ ഫാമിലി താമസിക്കുന്ന അതേ ഫാമിലിയിലോ അതേ ലൊക്കാലിറ്റിയിലോ എന്ത് ചെയ്യുന്നു, ആര് താമസിക്കുന്നു, ആഫ്റ്റർ ദി മാരേജ് ന്യൂലി വെഡ് കപ്പിൾ എന്ത് ചെയ്യുന്നു, ഇവിടെ താമസിക്കുന്നതിനാണ് പാട്രി ലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി പാസ്ട്രോളർ സൊസൈറ്റിയിലാണ് കൂടുതലായിട്ട് കണ്ടുവരിക. ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്താണ്, പാട്രി ലോക്കൽ ആയിരിക്കും.
കാരണം അവിടെ പാസ്റ്റോറൽ സൊസൈറ്റിയിൽ ഇമ്പോർട്ടന്റ് എന്താണ്? ആസ് ഐ ടോൾഡ്, വാർ ഈസ് ഇന്നെവിറ്റബിൾ. അപ്പൊ അവിടെ ആര് ഇമ്പോർട്ടന്റ് ആണ്? സൺ ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു പ്രൊട്ടക്ട് ദി ഫാദർ. ഫാദറിനെ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ കിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടി ആയി മാറി? സണ്ണിന്റെ ഡ്യൂട്ടി ആയി മാറി. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സൊസൈറ്റിയിൽ കൂടുതലും എന്തായിരിക്കും വരിക? പാട്രി ലോക്കൽ ഫാമിലീസ് ആയിരിക്കും പാസ്റ്ററൽ സൊസൈറ്റി. ഇപ്പൊ നോർത്തേൺ ഇന്ത്യ കൂടുതലും എന്താണ്? പാസ്റ്ററൽ ഫാമിലി കമ്മ്യൂണിറ്റീസ് ആണ്. സോ അവിടുത്തെ പഴയ ഇപ്പൊ എല്ലാവരും അഗ്രികൾച്ചർ സെറ്റിലാണ്, പക്ഷെ അവരുടെ ആ ഒരു നേച്ചർ അങ്ങനെ ആയതുകൊണ്ട് അവിടുത്തെ ഇപ്പോഴത്തെ ഫാമിലി എന്തായിരിക്കും? ഹസ്ബൻഡിനായിരിക്കും എന്ത് ചെയ്യുക? കൂടുതൽ പവർഫുൾ ഉണ്ടാവുക. അപ്പൊ സണ്ണിന്റെ വീട്ടിലേക്കാണ് ഇവർ കൂടുതൽ വരിക. സോ സണ്ണിന് എന്ത് ചെയ്യണം? വീട്ടിൽ സൺ ഉണ്ടാവണം. കാരണം സൺ ഹാസ് ടു പ്രൊട്ടക്ട് ദി ഫാദർ, അല്ലെങ്കിൽ സൺ ഹാസ് ടു പ്രൊട്ടക്ട് ദി കിങ് എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഫാമിലി സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ കുറച്ചുകൂടി അഗ്രികൾച്ചർ സൊസൈറ്റി, ഇപ്പൊ തമിഴ്നാട്, കേരള ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ വുമണിനും ഏകദേശം കുറഞ്ഞ ഒരു പവർ കിട്ടും. മാട്രി ലോക്കൽ ആയിരിക്കും ഫാമിലീസ്. മാട്രി ലോക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദ ന്യൂലി വെഡ് കംസ് ടു ദി ഹൗസ് ഓഫ് വേർ ദ വൈഫ്സ് പാരന്റ്സ് ആർ സ്റ്റേയിങ്. ആ ഒരു രീതിയിലേക്കായിരിക്കും എന്ത് ചെയ്യുക? ഇവര് ഫാമിലി. സോ കസ്റ്റംസ് മാരീഡ്, ഫോർ എക്സാമ്പിൾ ചൈനയിലൊക്കെയുള്ള മോസോ കമ്മ്യൂണിറ്റി, അതിൽ നായർസ് ഓഫ് കേരള, അല്ലെങ്കിൽ മറ്റേ കാസീസ്, ഇവരൊക്കെ എന്താണ്? ബേസിക്കലി മാട്രി ലോക്കലാണ് അവരുടെ റെസിഡൻസ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യ വീട്ടിലേക്ക്, അല്ല മാപ്പിള ഓഫ് കേരള, ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യ വീട്ടിലാണ് ഇവരുടെ ജീവിതം. സോ ഈ രണ്ട് ഫോം ആയിരുന്നു ബേസിക്കലി എന്ത് പറയുന്നത്? ക്ലാസിക്കൽ എക്സ്റ്റൻഡഡ് ഫാമിലിയിൽ ഉണ്ടായിരുന്ന റെസിഡൻഷ്യൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ. പക്ഷെ പാർസനും പറയുന്നത് ഈ എക്സ്റ്റൻഡഡ് ഫാമിലിയിൽ എന്ത് ചെയ്തു? ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോൾ ഇതെന്തായി മാറി? ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി ആയി മാറിയില്ലേ? ആ മാറ്റം എവിടെയും ബാധിച്ചിട്ടുണ്ട്? ഈ റെസിഡൻഷ്യൽ പാറ്റേണിലും എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. ഇപ്പൊ ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി ആയി കഴിഞ്ഞപ്പോൾ എന്തായി മാറി? ഇറ്റ് ഈസ് നിയോ ലോക്കൽ ഫാമിലി ആയി. വാട്ട് ഈസ് നിയോ ലോക്കൽ മീൻസ്? ഇവിടെ എന്ത് ചെയ്യുന്നു? കല്യാണം കഴിച്ച ഹസ്ബൻഡും ഭാര്യയും രണ്ടുപേരുടെയും അച്ഛന്റെ അമ്മേന്റെയും കൂടി അല്ല താമസിക്കുന്നത്. ദേ ആർ സെറ്റിംഗ് അപ്പ് എ ന്യൂ ഹൗസ്. ഒന്നുകിൽ അവർ വാടകയ്ക്ക് എടുത്ത് വേറെ വീട് എടുത്ത് മാറും, അല്ലെങ്കിൽ എന്ത് അവർ വേറെ വീട് വെച്ചിട്ട് വേറെ വീട് മാറും. സോ അവര് എന്ത് ചെയ്യുന്നു? ന്യൂലി വെഡ് കപ്പിൾ എന്ത് ചെയ്യാണ്? പുതിയ വീട്ടിലേക്ക് മാറുന്ന ടൈപ്പ് ഓഫ് ഫാമിലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നിയോ ലോക്കൽ ഫാമിലീസ് എന്ന് വിളിക്കുക. സോ 3 ടൈപ്പ് ഓഫ് റെസിഡൻഷ്യൽ പാറ്റേൺസ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് പാട്രി ലോക്കൽ, ദാറ്റ് ഈസ് ആഫ്റ്റർ മാരേജ് എന്ത് ചെയ്യുന്നു? ന്യൂലി വെഡ് സ്റ്റേയിങ് വിത്ത് ദി ഹസ്ബൻഡ്സ് പാരന്റ്സിന്റെ കൂടെ എന്ത് ചെയ്യുന്നു? താമസിക്കുന്നു. മറ്റേതാണെങ്കിൽ വൈഫിന്റെ പാരന്റ്സിനോട് താമസിക്കുന്നു. നിയോ ലോക്കൽ ആണെങ്കിൽ രണ്ടുപേരും എന്ത് ചെയ്യുന്നു? കൂടുതൽ വീട് വിറ്റുന്നു. ഇത് ബേസിക്കലി കണ്ടുവരുന്ന അർബൻ സെന്റേഴ്സിലാണ് നിയോ ലോക്കൽ കാണുക. ആൻഡ് ദർ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇസ് സോ ഹൈ. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ജോയിന്റ് ഫാമിലീസ് അർബൻ സെന്റേഴ്സിൽ പോസിബിൾ ആവില്ല. ചെറിയ ചെലവിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ഫാമിലി വരണം. സോ ന്യൂക്ലിയർ ഫാമിലി, നിയോ ലോക്കൽ ഫാമിലീസ് ആണ് ഇവിടെ വരിക കേട്ടോ. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാറ്റേൺ ഓഫ് റെസിഡൻസ്. ഇനി ഫാമിലിനെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ടൈപ്പ് ഓഫ് ഫാമിലീസ് ഉണ്ട്. ക്ലാസിക്കൽ ഫാമിലീസ് മീൻസ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാമിലീസ്. ഫാമിലിനെ നമുക്ക് ഡിഫറെന്റ് മെത്തഡോളജി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സൈസ് നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ കോമ്പോസിഷൻ നോക്കുവാണെങ്കിൽ ഫാമിലിനെ എങ്ങനെ പറയാം? ജോയിന്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി. ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ളത് എന്താണ്? 3 അതിലധികമോ ജനറേഷൻ ഉള്ളതായിരിക്കും എന്ത്? ജോയിന്റ് ഫാമിലി. ന്യൂക്ലിയർ ഫാമിലി 2 ജനറേഷൻ മാത്രമേ എന്തുണ്ടാവുള്ളൂ? സോ ഓൺ ദ ബേസിസ് ഓഫ് സൈസ് or on the basis of composition, family can be divided into 2, that is nuclear family and joint family. And second, on the basis of generation principle നോക്കുകയാണെങ്കിലോ നമ്മൾ നേരെ 2 generation family ഉണ്ട്, 3 or more generation family ഉണ്ട്. ബേസിക്കലി എന്താണ്? ന്യൂക്ലിയർ ഫാമിലിയും എക്സ്റ്റൻഡഡ് ഫാമിലി. സോ ജനറേഷൻ ബേസ് ആയിട്ടും ഫാമിലിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. 2 generation family and 3 or more generation family. On the basis of മെമ്പർഷിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഓഫ് ഓറിയന്റേഷൻ ആൻഡ് ഫാമിലി ഓഫ് procreation. What is family of orientation? The family in which you are born, that is your family of orientation. അവിടെയാണ് നിങ്ങൾ ജനിച്ചത്. പക്ഷെ നിങ്ങൾ കല്യാണ ശേഷം നിങ്ങൾ പുതിയൊരു ഫാമിലി ഉണ്ടാക്കും. ദാറ്റ് ഈസ് എ ഫാമിലി ഫോർ പ്രൊക്രിയേഷൻ. നിങ്ങൾ കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഫാമിലിയാണ് എന്തെന്ന് പറയുന്നത്? ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ. നിങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫാമിലി അല്ലേ? നമ്മൾ ഇപ്പോൾ ഒരു ഫാമിലിന്റെ ഭാഗമാണ്, കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് പുതിയൊരു ഫാമിലി ആയിട്ട് നമ്മൾ മാറും. സോ ആ ഫാമിലിയാണ് എന്ന് പറയുന്നത് ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ. സോ ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ്, the family in which a person is or individual is born into is known as എന്താണ്? ഫാമിലി ഓഫ് എന്താണ്? ഓറിയന്റേഷൻ ആണ്. ഇവിടെ റിലേഷൻഷിപ്പ് എന്തിന്റെ ബേസ് ചെയ്തായിരിക്കും? ബ്ലഡ് റിലേഷൻ ആയിരിക്കും ഇവിടെ ഫാമിലിയിൽ നമുക്ക് ബന്ധം വരിക. പക്ഷെ ഫാമിലി ഓഫ് പ്രൊക്രിയേഷനിൽ ഫാമിലി വിച്ച് ഇൻഡിവിജ്വൽ ഫോംസ് ആഫ്റ്റർ മാരേജ് ഈസ് ബേസ്ഡ് ഓൺ അഫിനിയൽ റിലേഷൻഷിപ്പ്. ഇമോഷണൽ ആയിരിക്കും ഇവിടുത്തെ കണക്ഷൻ എന്ന് പറയുന്നത്. മാരേജ് ആയിരിക്കും എന്തെന്ന് പറയാ? ഇവിടുത്തെ ഫാമിലി കണക്ഷൻ എന്ന് പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് അതോറിറ്റി സ്ട്രക്ചർ there are 2 types. One is patriarchal, matriarchal ഫാമിലീസ്. പാട്രിയാർക്കൽ ഫാമിലീസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മെയിൽ ഡോമിനേറ്റഡ് ആയിരിക്കും. ആൻഡ് പാട്രിയാർക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോറിറ്റി ആർക്കാണ് ഇവിടെ? പാട്രിയാർക്കൽ അതോറിറ്റി എന്ന് പറയുന്ന ആരാണ്? മോർ പവർ വിത്ത്
മെയിൽ. നോർമലി മറ്റു ഫാമിലീസ് ഒക്കെ എന്താണ് പാട്രിയാർക്കലാണ്. മാട്രിയാർക്കൽ മീൻസ് മോർ പവർ വിത്ത് ഫീമെയിൽ. ഇപ്പൊ നായർസ് ഓഫ് കേരള എന്താണ് ഒരു മാട്രിയാർക്കൽ ടൈപ്പ്. ഇപ്പോഴല്ല, പണ്ടത്തെ ട്രഡീഷണൽ രീതിയിൽ എന്താണ് നായർസ് ഓഫ് കേരള എന്ന് പറയുന്നത് എന്താണ് മാട്രിയാർക്കൽ ഫാമിലീസ് ആണ്. ഇപ്പം എല്ലാം പാട്രിയാർക്കൽ തന്നെയാണ്. ഓക്കെ, ഇനി മോഡേൺ സൊസൈറ്റിയിൽ ഇപ്പൊ വന്ന ഫാമിലി എന്തായി മാറി? കുറച്ചുകൂടി പാട്രിയാർക്കലും അല്ല മാട്രിയാർക്കലും അല്ല, എന്താണ് ഈഗാലിറ്റേറിയൻ ഫാമിലീസ് ആണ്. ഈഗാലിറ്റേറിയൻ ആണ്. ബോത്ത് ഹാവ് ദി ഈക്വൽ പവേഴ്സ്. പവർ അതോറിറ്റി നോക്കുവാണെങ്കിൽ എന്താണ് ബോത്ത് ആർ കൈൻഡ് ഓഫ് ഈക്വൽ ആണ്. എന്തിൽ വരിക? എന്തിൽ വരിക? ഈഗാലിറ്റേറിയൻ ഫാമിലിയിൽ വരിക. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്താന്ന് പറയുന്നത് ഫാമിലിന്റെ അതോറിറ്റിനെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. മെമ്പർഷിപ്പ് ബേസ് ചെയ്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. അതേപോലെ തന്നെ എന്തായാലും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് ഡിഫറെന്റ് ആയിട്ട്. മെമ്പർഷിപ്പിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം. ഓറിയന്റേഷൻ മീൻസ് മെമ്പർഷിപ്പിന്റെ നമ്മൾ പറഞ്ഞ അതോറിറ്റി സ്ട്രക്ചറിന്റെ പേരിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ജനറേഷൻ പ്രിൻസിപ്പിൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വൺ ഫാമിലി കോമ്പോസിഷൻ ഒരു ക്ലാസിഫിക്കേഷന്റെ പേരിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫാമിലിനെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ബേസിക്കലി അടുത്തോ ബേസിക്കലി ഫാമിലി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എക്സ്റ്റെൻഡഡ് ഫാമിലീസ് ആയിരുന്നു. അതെന്തായി മാറി? ന്യൂക്ലിയർ ഫാമിലി ആയി. ന്യൂക്ലിയർ ഫാമിലി ആയി മാറാനുള്ള റീസൺസ് എന്തൊക്കെയായിരിക്കും? ബേസിക്കലി ഇത് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചില്ലെങ്കിലും പറയാൻ പറ്റും. ഒന്ന് ഫസ്റ്റ് റീസൺ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ. ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ഫാക്ടറിയിലേക്ക് മാറ്റി. അതുകൊണ്ട് എന്ത് ചെയ്തു? കൂടുതൽ ആളുകൾക്ക് എന്ത് ചെയ്യണം? വർക്ക് മര്യാദയ്ക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷനിൽ അവിടെയാണ് ന്യൂക്ലിയർ ഫാമിലിയാണ് മോസ്റ്റ് ഫങ്ഷണൽ. നമ്മൾ ഇത്രയും കാലം നേരം പഠിച്ചു. ഇപ്പൊ ഇന്ന് ഇൻഡസ്ട്രിയലൈസേഷൻ. പിന്നെ ഓൺലൈനും പറയാം കേട്ടോ. അതിപ്പോ അവിടെ എഴുതിയത് വായിച്ചു പറയണോ? നിങ്ങൾ സ്വയം പറയണം. ഗ്ലോബലൈസേഷൻ. പിന്നെ ജോയിന്റ് ഫാമിലിയിലാണോ ന്യൂക്ലിയർ ഫാമിലിയാണോ അടി കൂടുതൽ ഉണ്ടാവുക? എനിക്ക് ന്യൂക്ലിയർ ഫാമിലിയിലാണ് കൂടുതൽ അടി ഉണ്ടാവുക. ജോയിന്റ് ഫാമിലിയിൽ പിന്നെ ഏതാ മറ്റ് ഫാമിലി നാത്തൂൻ പോര് അമ്മായിയമ്മ പോരൊക്കെ ഏറ്റവും കൂടുതൽ അതൊക്കെ ജോയിന്റ് ഫാമിലിയാണ്. അടുത്തൊരു ശരിക്കും കല്യാണം കഴിക്കുന്ന സമയത്ത് ഏതൊരു കല്യാണം കഴിക്കുന്ന സമയത്ത് ജാതകം നോക്കുമല്ലോ. ജാതകം നോക്കുമ്പോൾ എന്താ നോക്കുക? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പൊരുത്തമാണ് നോക്കുക. ഏതൊക്കെ ഒരു റീലിൽ കണ്ടതാണ്. ഭാര്യയും ഭർത്താവുള്ള പൊരുത്തമല്ല നോക്കേണ്ടത്. ഈ ഭാര്യയും ഭർത്താവിന്റെ ഭാര്യയും അമ്മയും തമ്മിലുള്ള പൊരുത്തമാണ്. അമ്മയമ്മയും മരുമോളും തമ്മിലുള്ള പൊരുത്തമാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞു. ശരിക്കും അമ്മായിമ്മ മരുമോൾ പോയിട്ടുണ്ടാവുന്നില്ല എപ്പോഴും ഉണ്ടാവുന്നില്ലേ? അല്ലേ? എന്തുകൊണ്ട് അമ്മായിയപ്പൻ അമ്മായി മരുമോൻ പോലില്ലാത്ത? അല്ല, അമ്മായിയമ്മ മരുമോള് പോയിട്ടുണ്ടാവുമ്പം മനുഷ്യനല്ലേ? അമ്മായിയപ്പൻ മരുമോൻ പോലും ഉണ്ടാവണ്ടേ? അവരൊന്നിച്ചൊരു വീട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ് പോലില്ല. അല്ലാത്തതൊന്നും ആണുങ്ങൾ നല്ലതായിരുന്നല്ല. നിങ്ങൾ ഭാര്യ വീട്ടിൽ പോയി താമസിക്കുമായിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് പോരായനെ? അമ്മായിയപ്പനും നിങ്ങളും പോരില്ലായനെ. ഇവിടെ എന്താ അമ്മായിയമ്മയും മരുമോളും മാത്രം ഒന്നിച്ച് താമസിക്കുന്നുള്ളൂ. സോ എന്തുകൊണ്ട് അമ്മായിമാർക്ക് സ്ത്രീകൾ അടിയാൻ നമ്മൾ പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ആരെയും കൂടെ ഒന്നിച്ചിട്ട് താമസിക്കും. നമ്മൾ ആരോടെ താമസിക്കും? നമ്മൾ അച്ഛൻ്റെ കൂടെ തന്നെ താമസിക്കുന്നത്. പക്ഷെ പെണ്ണുങ്ങൾ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? അമ്മായിയമ്മേന്റെ കൂടെ താമസിക്കുന്നു. ഓട്ടോമാറ്റിക്കലി ദർ വിൽ ബി സ്ട്രഗിൾസ്. അതുകൊണ്ട് men are not simple, men are privileged basically. Okay, so reason for disintegration of nuclear extended family എന്തൊക്കെയാന്നുള്ളതാണ്. ഫസ്റ്റ് റീസൺ നമുക്കറിയാം എന്താണ്? ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്തിലേക്ക് മാറി? അർബണൈസേഷനിലേക്ക് കൂടി വന്നു. സോ അതിനകത്ത് എങ്ങനെയാണ് ഇത് മാറിയത്? ഇതിപ്പോ നമ്മൾ ഓൾറെഡി പഠിച്ച ഭാഗമാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ട് എന്ത് സംഭവിച്ചു? ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ട് വർക്ക് എന്ത് ചെയ്തു? ഫാക്ടറിയിലേക്ക് മാറ്റി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാക്ടറിന്റെ അടുത്തേക്ക് ആളുകൾ മൂവ് ചെയ്യണം. അപ്പൊ ഒരു ഫാക്ടറി ആദ്യം വരും. എങ്ങനെയാണ് അർബണൈസേഷൻ സംഭവിക്കുന്നത്? ഒരു ഫാക്ടറി വരുന്നു, ആ ഫാക്ടറിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നു? ഇതിലുള്ള വർക്കേഴ്സ് മൊത്തം സെറ്റിൽ ചെയ്യുന്നു. സോ ഓട്ടോമാറ്റിക്കലി ഇതൊരു അർബൻ സെന്റർ ആയിട്ട് അടുത്തടുത്ത് താമസം വരുന്നു, അർബൻ സെന്റേഴ്സ് ആയിട്ട് മാറുകയാണ്. Globalization is another feature of why there is a nuclear family, because one of the main important feature of globalization is that there will be a mobility of people. So ഈ mobility of people ഏറ്റവും ഈസി മൊബിലിറ്റി എന്ന് പറയുന്നത് ജോയിന്റ് ഫാമിലി അല്ല, ന്യൂക്ലിയർ ഫാമിലി ആണ്. സോ അതുകൊണ്ട് തന്നെ ആളുകൾ എന്ത് ചെയ്യുന്നു? പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോകുന്നു, ജോലിക്ക് വേണ്ടി വിദേശത്ത് പോകുന്നു, പല സിറ്റികളിലേക്ക് പോകുന്നു. അങ്ങനെ ഫാമിലീസ് എന്ത് ചെയ്തു? ഡിസ്ഇന്റഗ്രേഷനിൽ പോകുന്നു. ആൻഡ് വെസ്റ്റേൺ ഐഡിയോളജീസ് ആൻഡ് വെസ്റ്റേൺ കോൺസെപ്റ്റ്, എസ്പെഷ്യലി ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വെസ്റ്റേണൈസേഷനിൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഫാമിലി ഏതാണ്? ന്യൂക്ലിയർ ഫാമിലിയാണ്.
സോ ന്യൂക്ലിയർ ഫാമിലിയിൽ അല്ലെങ്കിൽ മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ളത് വാല്യൂസ് പഠിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ റിനൈസൻസിന്റെ സമയം തൊട്ട് നമുക്ക് തുടങ്ങിയ വാല്യൂസ് ആണ്. ഇപ്പൊ ഇന്ത്യൻ വാല്യൂസ് എന്താണ്? ബേസിക്കലി കമ്മ്യൂണിറ്റി ബേസ്ഡ് വാല്യൂസ് ആണ്. പക്ഷേ വെസ്റ്റേൺ വാല്യൂസ് ഇൻഡിവിജ്വലിസത്തിന് ഓറിയന്റ് ചെയ്ത വാല്യൂസ് ആണ്. അവിടെ കമ്മ്യൂണിറ്റി റൈറ്റ്സിനല്ല ഇമ്പോർട്ടൻസ് കൂടുതൽ. ഇപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ എടുത്തു നോക്കുവാണെങ്കിൽ ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആർക്കും റൈറ്റ് ഉണ്ട്? കമ്മ്യൂണിറ്റിന് റൈറ്റ് ഉണ്ട്. ആർട്ടിക്കിൾ 25 പറയുന്നു റൈറ്റ് ടു റിലീജിയസ് പ്രാക്ടീസസ്. ബട്ട് ആർട്ടിക്കിൾ 26 തന്നെ എന്ത് പറയുന്നുണ്ട്? റൈറ്റ് ടു റിലീജിയസ് പ്രാക്ടീസസ് ഫോർ എ കമ്മ്യൂണിറ്റി. സോ കമ്മ്യൂണിറ്റിക്കും ഇമ്പോർട്ടന്റ് ആയ റോൾ ഉണ്ട്, അതേപോലെ തന്നെ ഇൻഡിവിജ്വൽസിനും ഇമ്പോർട്ടന്റ് ആയ റോൾ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ പഞ്ചായത്ത് പോലുള്ള സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ടാകുന്നത്. കാരണം കമ്മ്യൂണിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്, കാസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ഇന്ത്യ. ബട്ട് ഇൻ വെസ്റ്റേൺ സൊസൈറ്റി ദ ഐഡിയോളജി അല്ലെങ്കിൽ റിനൈസൻസ് പീരീഡിൽ ഏറ്റവും കൂടുതൽ അവിടെയും കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അവിടെ എന്തായിരുന്നു കമ്മ്യൂണിറ്റി? ചർച്ച ആയിരുന്നു കമ്മ്യൂണിറ്റി. വിൽ ഡിസ്കസ് ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ. അങ്ങനെയാണ് സോഷ്യോളജി ആക്ച്വലി ഉണ്ടാവുന്നത്. സോ ചർച്ച ആയിരുന്നു കമ്മ്യൂണിറ്റി. ഈ ചർച്ച എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നുള്ള പ്രിൻസിപ്പിൾസ് ആണ് റിനൈസൻസ് സമയത്ത് നമ്മൾ ഇൻഡിവിജ്വലിസത്തെ പറ്റിയും റാഷണാലിറ്റിയെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ഐഡിയോളജി. സോ ഇൻഡിവിജ്വലിസ്റ്റിക് ഐഡിയോളജിയാണ് നമ്മൾ വെസ്റ്റേൺ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് കിട്ടുന്നത്. സോ ആ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വി വിൽ ഓൾസോ മോർ ലീനിയൻ ടുവേർഡ്സ് എന്നാണ് വെസ്റ്റേൺ ഐഡിയോളജി പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ന്യൂക്ലിയർ ഫാമിലി ഒക്കെയാണ് നമ്മളും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സ്വപ്നം കണ്ടത്. അതൊരു റീസൺ ആണ്. Then another important reason for nuclear family, geographically mobility of skilled laborers. Industrialization എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞ പോലെ സ്കിൽഡ് ലേബേഴ്സിന്റെ അവൈലബിലിറ്റി എന്ത് വേണം? നമുക്ക് ആളുകൾക്ക് വേണം. സോ സ്കിൽഡ് ലേബേഴ്സിന്റെ അവൈലബിലിറ്റി വേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ആളുകളെ, ഓരോ ജോലിക്കുള്ള ആളുകളെ ഓരോ ആ രീതിയിൽ ആ ഫാക്ടറിന്റെ അടുത്തേക്ക് മാറും. അങ്ങനെ മാറുന്ന സമയത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഫാമിലി ഡിസിന്റഗ്രേറ്റഡ് ആയി പോകും. പിന്നെ ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് ആൻഡ് ഗവൺമെന്റ് പോളിസീസ് ഉണ്ട്. ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് ആൻഡ് ഗവൺമെന്റ് പോളിസീസ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഫാമിലി ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞു പറ്റും. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് 1923, അതുപോലെ തന്നെ ഇന്ത്യൻ സക്സഷൻ ആക്ട് 1956 ആൻഡ് കോപാർട്ണറി റൈറ്റ്സ് ടു ഡോക്ടർ വിച്ച് പ്രൊവൈഡഡ് ഈക്വൽ റൈറ്റ് ടു പ്രോപ്പർട്ടി. ദ ആക്ട് എനേബിൾ ഡോക്ടർ ടു എൻജോയ് കോപാർട്ണറി റൈറ്റ്സ് ഓവർ പ്രോപ്പർട്ടി. ഇറ്റ് മീൻസ് ദാറ്റ് റൈറ്റ് ടു ഇൻഹെറിറ്റ് പ്രോപ്പർട്ടി. സോ ബേസിക്കലി എന്താ വെച്ചാൽ പണ്ട് ഇന്ത്യൻ സൊസൈറ്റിയിലെ, നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടോ? പണ്ട് ഇന്ത്യൻ സൊസൈറ്റിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഇംഗത്തിന് ഒരു അവകാശം ആര് കൂടി ഉണ്ട്? നിങ്ങൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. ഇപ്പൊ ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന ഇംഗത്തിന് നിങ്ങൾ അച്ഛനും അമ്മയ്ക്ക് അധികാരമുണ്ടോ? ഇല്ല. പക്ഷെ അവർക്ക് ട്രഡീഷണലായി കിട്ടിയ ഇംഗത്തിന് നിങ്ങൾക്ക് അധികാരമുണ്ടോ? നിങ്ങൾക്ക് അധികാരമുണ്ട്. അതായത് അവരെ അപ്പൂപ്പനാണ് അവർക്ക് ലാൻഡ് കൊടുത്തതെങ്കിൽ അവരെ മരണശേഷം അല്ലെ അവരുടെ കാലശേഷം ആ ലാൻഡ് അവർക്ക് ആർക്ക് അവകാശപ്പെട്ടാണ്? ഇൻഹെറിറ്റൻസ് റൈറ്റ് ആണ്, എനിക്ക് അവകാശപ്പെട്ടാണ്. പക്ഷെ അവരുണ്ടാക്കിയ ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ അവർ ഇൻഹെറിറ്റ് ചെയ്തല്ല, അവർ സ്വന്തം പണിയെടുത്ത് സ്വന്തം ഉണ്ടാക്കിയാണെങ്കിൽ പിന്നെ എനിക്ക് അവകാശമില്ല. അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എഴുതി കൊടുക്കാം. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്നേഹമൊക്കെ നനച്ച് മണിയൊക്കെ അടിച്ച് നമ്മൾ തന്നെ എഴുതിയെടുക്കും. പക്ഷേ നമ്മുടെ ലാൻഡിലോ നമ്മുടെ ഇംഗത്തിലോ നമ്മൾ ജനറേറ്റ് ചെയ്ത ഒന്നിലും നമ്മുടെ പാരന്റ്സിന് എന്തില്ല? റൈറ്റ്സ് ഇല്ല. കോമ്പൻസേഷൻ ആക്ട് 1923 പ്രകാരം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാക്ടറിയിൽ ആളുകൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാക്ടറിക്ക് ബ്രിട്ടീഷിന് ആളുകൾ കിട്ടണം. പക്ഷെ ബ്രിട്ടീഷ് ഫാക്ടറിയിൽ ആളുകൾ കിട്ടുന്ന നോക്കുമ്പോൾ ഫാക്ടറിയിലെ കൂലി എപ്പോഴും ചെറുതായിരിക്കും. പക്ഷെ ഈ ചെറിയ കൂലിയിൽ വെച്ചിട്ട് ഇവരെന്ത് ചെയ്യണം? ഇപ്പൊ ടീച്ചർമാരാവുന്നു. അന്ന് അങ്ങനെയാണ് പുതിയ എഡ്യൂക്കേഷൻ വന്നത്. ഇപ്പൊ പണ്ട് ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ഇല്ല, എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ഇല്ല. ബ്രിട്ടീഷ് വന്നതിന് ശേഷമാണ് ടീച്ചേഴ്സ് ആൻഡ് എഞ്ചിനീയർ പ്രൊഫഷൻ ഒക്കെ ഉള്ളത്. ബാക്കിയുള്ള ലോയേഴ്സ് എന്നൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഇവർക്ക് ഉണ്ടാകുന്ന ഇൻകത്തിൽ നിന്ന് ഒരു ഷെയർ ആര് കൂടി കൊടുക്കേണ്ടി വരും? സ്വന്തം അച്ഛനും അമ്മയ്ക്കും അതിനകത്ത് ഷെയർ ഉണ്ട്. അതായത് ലീഗലി റൈറ്റ് ഉണ്ട്. അപ്പൊ ലീഗലി റൈറ്റ് ഉണ്ടാകുമ്പോൾ ഒരിക്കലും അത് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് പിന്നെ പോകാൻ പറ്റില്ല. ഇവർക്ക് ഒറ്റയ്ക്ക് ഒരു വീട് വെക്കാനും പറ്റില്ല. കാരണം ഇൻകത്തിന്റെ പകുതി ഒരു പോർഷൻ ഇവർക്ക് കൊടുക്കണം. So government came up with an act that there is no legal claim on parents on the income of children. Children ഇംഗത്തിൽ ആർക്കില്ല? ക്ലെയിം ഇല്ല. പാരന്റ്സിന് ഇംഗത്തിൽ ക്ലെയിം ഇല്ല. That led to a policy decision which led to increase in nuclearization. കാരണം എന്ത് ചെയ്യാം? കൂടുതൽ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറി മാറി പോയി സെറ്റിൽ ചെയ്യാൻ ഇപ്പൊ പോസിബിൾ ആയി പറ്റും. അവർക്ക് അവരുടെ ഇൻകം നോക്കിയിട്ട് അവരുടെ ചെലവ് നോക്കിയാൽ മതി. സോ ന്യൂ പ്രൊഫഷൻ ലൈക്ക് ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, അതുപോലെ തന്നെ ലോയേഴ്സ് ഒക്കെ വന്നതിന് ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇങ്ങനെയുള്ള ആക്ടുകൾ ഉണ്ടാക്കി സെപ്പറേഷൻ വന്നു. സോ പോളിസി ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? അതേപോലെ തന്നെ ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരം പണ്ട് ഫീമെയിലിന് എന്തില്ല? കോപാർട്ണറി റൈറ്റ് ഇല്ല. ദാറ്റ് മീൻസ് ലാൻഡിലുള്ള നിങ്ങൾക്ക് ഷെയർ മേടിക്കാനുള്ള റൈറ്റ്സ് ഇല്ല. ആർക്ക് മാത്രമേ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യുള്ളൂ? മെയിൽ മെമ്പേഴ്സിലേക്ക് മാത്രമേ പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ആർക്കില്ല? ഫീമെയിൽ ഇൻഹെറിറ്റൻസ് ഇല്ല. സോ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിച്ച്? അതുവരെ ഫീമെയിൽ ഒരിക്കലും ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് പോവില്ല. കാരണം അവർ ആ വീട്ടിൽ തന്നെ അങ്ങനെ തന്നെ നിന്ന് പോകും. കാരണം ഇത് ലാൻഡ് മുറിച്ചെടുക്കാൻ പറ്റില്ല. ബട്ട് ആഫ്റ്റർ ഇന്ത്യൻ സക്സഷൻ ആക്ട് ഫീമെയിലിന് എന്തുണ്ട്? ഈക്വൽ റൈറ്റ്സ് ഓൺ പ്രോപ്പർട്ടി ഓഫ് പാരന്റ്സിലേക്ക് വന്ന സമയത്ത് ഇൻഹെറിറ്റൻസ് റൈറ്റ് വന്നപ്പോൾ ഇല്ലേ, ഇപ്പൊ എന്താ നാത്തുമാരും പെൺമക്കളും അവര് ആങ്ങളമാരൊക്കെ തമ്മിൽ അടിയായില്ലേ? അവരെന്ത് ചെയ്യും? ആ ലാൻഡിന് വേണ്ടി എങ്ങനെയെങ്കിലും മുറിച്ചെടുത്ത് അവരവരുടെ ലാൻഡ് എടുക്കും. സോ അതും എന്ത് ചെയ്തു? ദാറ്റ് ഓൾസോ ലെഡ് ടു ദി ഐഡിയ ഓഫ് ന്യൂക്ലിയർ ഫാമിലീസ്. അതേപോലെ തന്നെ എമർജൻസി ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്. വെൽഫെയർ സ്റ്റേറ്റിൽ എന്താണ് നമ്മൾ പറഞ്ഞു? സ്വീഡന്റെ കാര്യം പറഞ്ഞു ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ?
വെൽഫെയർ സ്റ്റേറ്റിൽ എന്താണ്? ദ ഡ്യൂട്ടി ഓഫ് ചൈൽഡ് റിയറിംഗ് അല്ലെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇതൊക്കെ ആര് നോക്കിക്കോളും? ഇനി ഗവൺമെന്റ് നോക്കിക്കോളും. അപ്പൊ വെൽഫെയർ സ്റ്റേറ്റിൽ ജോയിന്റ് ഫാമിലി ആയിരുന്നു പണ്ട് ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. എഡ്യൂക്കേഷൻ നോക്കുന്ന ജോയിന്റ് ഫാമിലി ആയിരുന്നു, ഹെൽത്ത് നോക്കുന്ന ജോയിന്റ് ഫാമിലി ആയിരുന്നു, ഇമോഷണൽ സപ്പോർട്ട് ചെയ്യുന്ന ജോയിന്റ് ഫാമിലി ആയിരുന്നു, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ഉള്ള സമയത്ത് പൈസ തരുന്ന ജോയിന്റ് ഫാമിലി ആയിരുന്നു. പക്ഷെ ഇപ്പൊ ആര് വരും? അൺഎംപ്ലോയ്മെന്റ് അലവൻസ് ഉണ്ട്, ഹെൽത്ത് ഫ്രീ ആണ്, എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. സോ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം കൂടി ഫാമിലി, പണ്ട് ജോയിന്റ് ഫാമിലി ചെയ്തിരുന്ന കുറെ ഫംഗ്ഷൻ ആരേറ്റെടുത്തു? ഗവൺമെന്റ് ഏറ്റെടുത്തു. സോ ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് ഈസി ആയിട്ട് ആളുകൾക്ക് ഇപ്പൊ ജീവിക്കാൻ പറ്റും. സോ വെൽഫെയർ സ്റ്റേറ്റ് എമർജ് ചെയ്തു എന്നുള്ളത് വൺ ഓഫ് ദ റീസൺ വൈ ദർ ഈസ് എ എമർജൻസ് ഓഫ് ന്യൂക്ലിയർ ഫാമിലി. അതേപോലെ തന്നെ വേറൊരു റീസൺ ആണ് ഇൻഡിവിജ്വലിസം. സോ ഇൻഡിവിജ്വലിസത്തിൽ തന്നെ ആളുകൾ എന്താണ് കൂടുതൽ സ്വന്തം കാര്യം നോക്കുക എന്നുള്ളതാണ് എന്ത് പറയുന്നത്, ഇവര് ഫാമിലിയുടെ കാര്യത്തിൽ പറയുന്നത്. സോ ഉൾറിച്ച് ബെക്ക് എന്ന് പറയുന്ന ഒരു തിങ്കർ ഉണ്ട്. ഉൾറിച്ച് ബെക്ക് എന്താ പറയുന്നത് വെച്ചാൽ, ഹി ആർഗ്യൂ ദാറ്റ് ഇൻഡിവിജ്വൽസ് ടുഡേ ആർ റിസ്ക് കോൺഷ്യസ്. ഇന്നത്തെ യൂത്തിന് എന്ത് താല്പര്യമില്ല? കൂടുതൽ റിസ്ക് എടുക്കാൻ വലിയ താല്പര്യമില്ല. അത് കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഹൈലി റിസ്ക് ആണ്. ഓക്കെ, സോ ഹൈലി റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ കല്യാണം കഴിക്കുക എന്ന് പറയുന്നതിനെ പറ്റി ആളുകൾക്ക് എന്താണ് കുറച്ചുകൂടി പേടിയാണ് ഇന്നത്തെ ഇൻഡിവിജ്വൽസിന്. പണ്ടത്തെ ഇൻഡിവിജ്വൽസിന് അങ്ങനത്തെ പേടിയില്ല. സോ ഓട്ടോമാറ്റിക്കലി ഇവർ എന്ത് ചെയ്യുന്നു? ഫാമിലി കല്യാണം കഴിച്ച് പോവായിരുന്നു. സോ ദിസ് പീപ്പിൾ ആർ വെരി റിസ്ക് കോൺഷ്യസ്. സോ വാട്ട് ദേ ആർ സീയിങ്, ഇന്നത്തെ ഇൻഡിവിജ്വൽസ് കാണുന്നത്, നിങ്ങൾ കല്യാണത്തെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾ കാണുന്ന ചുറ്റുപാടും നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും? കല്യാണം കഴിച്ച് ഡിവോഴ്സ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ കല്യാണത്തിന് വേണ്ടി വലിയ എമൗണ്ട് ചെലവാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും ഇപ്പൊ ബിഗ് ഫാറ്റ് വെഡിങ് ഒക്കെ കുറഞ്ഞു വരുന്നില്ലേ? കാരണം എന്താണ്? ഇത്രയും പൈസ നാട്ടുകാരെ തീറ്റി പോറ്റിട്ട് നാട്ടുകാർ കുറ്റം പറയാൻ മാത്രം നടക്കുള്ളൂ എന്നുള്ളത് ഒരു ബോധം ആർക്ക് വന്നിട്ടുണ്ട്? ഇന്നത്തെ ഇൻഡിവിജ്വൽസിന് വന്നിട്ടുണ്ട്. ആൻഡ് വെറുതെ ആളുകളെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കേണ്ട ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്, നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നുള്ളതാണ്. അപ്പം പീപ്പിൾ ആർ വെരി റിസ്ക് കോൺഷ്യസ്. ദേ ആർ സീയിങ് ദാറ്റ് പീപ്പിൾ ആർ ഡിവോഴ്സിങ് അറൌണ്ട് ദം. അതുപോലെ തന്നെ നോബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് റൈറ്റ് തിങ് അബൌട്ട് മാരേജ്. കല്യാണം കഴിച്ച ഒരാളോട് കല്യാണം കഴിക്കട്ടെ എന്നൊരു അഭിപ്രായം ചോദിച്ചാൽ അയാൾ എന്തേ പറയുള്ളൂ? എന്റെ പൊന്നെ, ഞങ്ങള് പെട്ടു, നീ പെട്ട്, അല്ലെ? അല്ല നന്നായി ആരെങ്കിലും പറയോ? പെട്ടു എന്ന് തന്നെ പറയുള്ളൂ. അപ്പൊ വെരി റിസ്ക് കോൺഷ്യസ് ആണ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇപ്പോഴത്തെ ആളുകൾ ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഫോർ എ മാരേജ്, ദേ ആർ ഗോയിങ് ഫോർ കോഹാബിറ്റേഷൻ ഓർ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ് എന്നാണ് ഉൾറിച്ച് ബെക്ക് പറയുന്നത്. സോ പീപ്പിൾ ആർ റിസ്ക് കോൺഷ്യസ് ആയതുകൊണ്ട് ദേ ഡോണ്ട് വാണ്ടഡ് ടു ഹാവ് എ മാരേജ്. ഇൻസ്റ്റെഡ് ഓഫ് മാരേജ് ദേ ചൂസ് ഓർ ഓപ്റ്റ് ഫോർ എ കോഹാബിറ്റേഷൻ ഓർ ഈ ലിവിംഗ് റിലേഷൻഷിപ്പ് പോലെയുള്ള ഇതിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ആൻഡ് ആന്റണി ഗിഡൻസ് എന്ന് പറയുന്ന വേറൊരു തിങ്കർ ഉണ്ട്. ആന്റണി ഗിഡൻസ് പറയുന്നത് ഈ ലിവിംഗ് റിലേഷൻഷിപ്പ് ഈസ് കൈൻഡ് ഓഫ് എ ട്രയൽ റൂം. ലൈക്ക് യു ആർ ബൈയിങ് ഫോർ ഗോയിങ് ഫോർ ടു ഷോപ്പ്, ഡ്രസ് ഷോപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ദർ വിൽ ബി എ ട്രയൽ റൂം. വാട്ട് യു വിൽ സീ? യു വിൽ ചെക്ക് ദ ഡ്രസ് suitable to you. Just like that, living relationship is a trial room before the marriage. You are choosing your right partner. എടുക്കുന്നതാണ്. ഇപ്പൊ ഇന്നത്തെ സൊസൈറ്റിയിൽ, മോഡേൺ സൊസൈറ്റിയിൽ ലിവിംഗ് റിലേഷൻ ആക്ട് ലൈക്ക് എ ട്രയൽ റൂം ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് റൂം വേർ ദേ ചെക്ക് ദെയർ കോമ്പാറ്റബിലിറ്റി. ആൻഡ് ഈ ഫർദർ സേസ് ദാറ്റ് ഇപ്പോഴത്തെ മീഡിയസിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ മീഡിയ ഹാസ് ഓവർ ഡ്രമറ്റൈസ് ദ നോഷൻ ഓഫ് റൊമാൻറ്റിക് ലവ്. മീഡിയാസ് ആണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോഴത്തെ ലവിനെ കൂടുതൽ റൊമാൻറ്റിസൈസ് ചെയ്ത് കാണിച്ചിട്ട് the women are waiting, or the women are waiting for the ideal partner to come, but which is only seen in the movies. So they are waiting for the ideal partner like what they have seen in the movies. നിങ്ങൾ സിനിമ കണ്ട ഏറ്റവും ഐഡിയൽ പാർട്ണർ ആയ സിനിമ ഏതാ? ഏതാ? 12th ഫെയിൽ. കണ്ട, എത്ര തോറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും, എത്ര അറ്റംപ്റ്റ് തോറ്റാലും എന്ത് ചെയ്യാൻ പാടില്ല? വിട്ടുപോകാൻ പാടില്ല, കൂടെ നിൽക്കണം. അതാണ് ഒരു സിവിൽ സർവീസ് ആസ്പിറേഷന്റെ ഐഡിയൽ ഫാമിലി. അല്ലാതെ വേറെ ഒരുത്തൻ പ്രിലിംസ് പാസ്സാകുമ്പോ ഇവനിട്ട് അങ്ങോട്ട് പോകരുത് എന്നുള്ളതാണ് നോക്കുന്നത്. 12th ഫെയിൽ നമുക്കില്ലേ? ഇപ്പൊ കുറെ പേര് ഇപ്പൊ എന്തായിരുന്നു, കുറെ മൂവീസ് ഇല്ലേ ഐഡിയൽ ഫാമിലി? എന്തേത്? ശാലിനിയോ? അതിനോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ the room is further that media over romanticizes and notion of romantic love which keeps the girl waiting for the right one. നല്ല ആള് വരട്ടെ എന്നുള്ള രീതിയിലേക്ക് വെയിറ്റ് ചെയ്യും. പക്ഷെ അങ്ങനെ ഒരാൾ എന്ത് ചെയ്യുന്നില്ല, വരാനും പോകുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഓക്കെ, ആൻഡ് അനദർ റീസൺ ഫോർ വൈ ദർ ഈസ് എ ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ഫാമിലി ബിക്കോസ് ഓഫ് ഫെമിനിസ്റ്റ് മൂവ്മെന്റ്. ആൻഡ് ഫീമെയിൽ ഡു നോട്ട് വാണ്ടഡ് ടു സ്റ്റേ വിത്ത് their husband's family. They wanted a separate house. So before marriage itself they will ask എവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്, ഓർ they will set up their home even before the marriage. സ്വന്തം വീട്ടിലേക്കാണെങ്കിൽ മോനെ വേറെ കെട്ടിക്കോ, അല്ല എന്ത് ചെയ്യില്ല, ഇവർക്ക് they don't like to stay with their husband's family or even എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പെണ്ണുങ്ങളെ വീട്ടിലും താമസിക്കാനും അവർ ആഗ്രഹിക്കുന്നില്ല. they wanted a neo local residence. പുതിയ സ്ഥലത്ത് എന്ത് ചെയ്യുക, താമസിക്കുക എന്നുള്ളതാണ്. സോ ഒറിജിനേറ്റഡ് ഇൻ 20th century ആണ് ഈ വെസ്റ്റില്. സോ they highlight the exploitative nature of conventional patriarchal families
and demanded a fundamental change in the institution of family. They challenged the role and power structure, and they wanted a separate asymmetrical family ആണ് വേണ്ടത്, which is also led to the nuclear family. അമ്മായിമ്മ എന്നുള്ളപ്പം ഈക്വാലിറ്റി നടക്കുമോ? സ്വന്തം മകനെങ്ങാനും ഒരു ഗ്ലാസ് അടുക്കളയിൽ കൊണ്ടുവെക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അമ്മായിമ്മയ്ക്ക് സഹിക്കുമോ? കാരണം സ്വന്തം അമ്മ ഇത്രയും കാലം എന്ത് ചെയ്തിട്ടില്ല, സ്വന്തം മകനെ കൊണ്ട് അല്ലെ, അമ്മക്കൾക്ക് ഫുഡ് മുന്നിൽ കൊണ്ടു കൊടുക്കും, എടുത്ത് വിളമ്പി കൊടുക്കണം. ഒരു പെൺകുട്ടി വെറുതെ നിൽക്കുകയാണെങ്കിൽ ആൺകുട്ടി ഒറ്റയ്ക്ക് ഫുഡ് എടുക്കാണ്ട് ചിലപ്പോൾ ചില അമ്മമാര് പറയും നോക്കി നിൽക്കാതെ അവന് വിളമ്പി കൊടുക്കരി, അങ്ങനെ പറയും. ബേസിക്കലി എന്താണ് നമ്മൾ പറയില്ല, വുമൺ ആർ ദ കാരിയേഴ്സ് ഓഫ് പാട്രിയാർക്കി. ബേസിക്കലി men are not the propagator of patriarchy. We are privileged, we are enjoying the system and we are not interrupting. But female actually carry the patriarchy. ഒരു ഫീമെയിൽ അമ്മയാണ് മോളോട് പറഞ്ഞു കൊടുക്കുന്നത് പാട്രിയാർക്കലായിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്, എങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നുള്ളത്. ഫീമെയിൽ ആർ ദ കാരിയേഴ്സ്. ഫീമെയിൽ ആണ് ആണുങ്ങളെ വഷളാക്കുന്നത്. അത് തന്നെയാണ് ഫുഡ് പാത്രം കഴുകണ്ട, അല്ലെ, അലക്കേണ്ട ആവശ്യം വരുന്നില്ല, ഒരു പണിയെടുക്കണ്ട, ഒരുപാട് കാലം ഇതൊന്നും ചെയ്യേണ്ടി വരില്ല. പിന്നെ ഒരു ഗുണവും കിട്ടാത്ത അവസ്ഥയാകുമ്പോൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതുപോലെ എന്ത് ചെയ്യില്ല, മോനെ തേനെ പാല് എന്ന് പറഞ്ഞ് ചെയ്യില്ല, പാത്രം കഴുകേണ്ട, അടുക്കളയിൽ പോലും ഒന്നും കൊണ്ടുവെക്കേണ്ട വരില്ല, കുക്ക് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. വുമൺ ആർ ഡിസ്ട്രോയിങ് ദി മെൻ ആസ് വെൽ ആസ് ദി വുമൺ ഇൻ ദിസ് കൺട്രി കേട്ടോ. നെക്സ്റ്റ് ഈസ് പ്രോഗ്രസീവ് ഐഡിയാസ്. Progressive ideas like, introduce utilitarianism, promote a nuclear family. Because utilitarian family സംബന്ധിച്ചുമ്പോൾ നമുക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫ് എന്തുണ്ടാവും, കൂടുതലായിട്ട് വേണം. So that is also led to the increased nuclearization of families. So these are the reasons. ഇനി ഇതും അല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീസൺസ് ഒക്കെ ഇതല്ലാതെ എന്തെങ്കിലും റീസൺസ് എഴുതാൻ പറ്റുമോ? എന്ത് വേണമെങ്കിലും എഴുതുക ഇതിനകത്ത്. ന്യൂക്ലിയർ ഫാമിലി ഉണ്ടാവാനുള്ള റീസൺസ് എന്ത് വേണമെങ്കിലും നമുക്ക്. എഡ്യൂക്കേഷൻ ഓൾറെഡി പറഞ്ഞു തന്നു അല്ലെ, എഡ്യൂക്കേഷൻ വിൽ ലീഡ് ടു ന്യൂക്ലിയർ ഫാമിലി. പിന്നെന്താ, മൂവീസ് ഇൻഫ്ലുവൻസ് ചെയ്യും, മീഡിയ വിൽ ഇൻഫ്ലുവൻസ് ന്യൂക്ലിയർ ഫാമിലി. പിന്നെ ഓക്കെ കൺമണിയൊക്കെ കണ്ടതിന് ശേഷം ആളുകൾക്ക് ലിവിങ് ടുഗദർ വേണമെന്ന് ആഗ്രഹം തോന്നിയിട്ടില്ല. ബേസിക്കലി അങ്ങനെ ഡേറ്റിംഗ് തിങ്ങിച്ച് കാണുമ്പോൾ കല്യാണം കഴിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടാവും ആണുങ്ങൾക്ക്. ഡിഫറെന്റ് മൂവീസ് വിൽ ഇൻഫ്ലുവൻസ് ഇൻ ഡിഫറെന്റ് ടൈം. അതൊക്കെ ന്യൂക്ലിയർ ഫാമിലിയിലെ ഇതായിട്ട് വരും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, മൺഡേ തൊട്ടാണ് ഇനി ക്ലാസ് കേട്ടോ. മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ക്ലാസ് മൺഡേ വരും. പിന്നെ കല്യാണം കഴിക്കരുതെന്നോ? എവിടെ? ആ ഡിവോഴ്സ്, ഇതിപ്പോ ഡിവോഴ്സ് അല്ലേ, അവിടെ നീ പണിക്ക് പോകില്ല എന്നാണ് ഇനി പറയുന്നത്. ഡിവോഴ്സ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എടുത്തെടുത്തോ. വാട്ട് ആർ ദ ന്യൂ ഫോം ഓഫ് ഫാമിലി? വാട്ട് ആർ ദ ന്യൂ ഫോം ഓഫ് ഫാമിലി? വാട്ട് ആർ ദി ന്യൂ ഫോം ഓഫ് ഫാമിലി in developed societies? What are new form of families in developed societies? Mark discuss. 10 മാർക്കാണ് കേട്ടോ. ഏത് ന്യൂ ഫോം ഓഫ് ഫാമിലീസ്? ഏത് ന്യൂ ഫോം ഓഫ് ഫാമിലീസ് നമ്മൾ പഠിച്ചത് ഏതാ? അതിന് മുമ്പ് ഏത് എഴുതണം? ട്രഡീഷണൽ ഫോം ഓഫ് ഫാമിലിയും ന്യൂക്ലിയർ ഫാമിലിയും എഴുതണം. പക്ഷെ അതാണ് പഴയ ഫോം ഓഫ് ഫാമിലീസ്. പിന്നെ ഇപ്പോഴത്തെ പോസ്റ്റ് മോഡേൺ ഫാമിലീസ് എന്തൊക്കെയാന്നുള്ളതാണ് നമ്മൾ പഠിച്ച ബീൻ പോൾ ഫാമിലീസ്, ഡിങ് ഫാമിലീസ്, അങ്ങനത്തെ ഫാമിലീസ്. അപ്പൊ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, എഴുതിട്ട് വരാം. താങ്ക് യു. ഓൺലൈൻ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ.